നാഥവും മാനത്തേക്കാൾ വിശാലവും കണ്ടിടുന്നു നിൻ കരുണയെ സൃഷ്ടികളിലെന്നുമേ. കണ്ടിടുന്നു നിൻ കരുണയെ സൃഷ്ടികളിലെന്നുമേ. കരുണയോടെ കാത്തിടുന്ന ദൈവമേ, നിൻ ശക്തി മുന്നിൽ സാദരമിവർ കൈകൾ കൂപ്പി നമിച്ചിടുന്നു സന്നിധി, നമിച്ചിടുന്നു സന്നിധി. യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട റജിയച്ച, ഇന്നത്തെ വിശിഷ്ട അതിഥി വിശ്വനാഥൻ നമ്പൂതിരി സാർ, ജോസി ജോസഫ് സാർ, ജോസഫ് സ്കറിയ സാറ്, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നമ്മുടെ നാരായണൻ സാറിൻ്റെ പുതിയ പുസ്തകം, അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം ഒരു വിവർത്തന പുസ്തകമാണ് എന്ന് നമുക്കറിയാം, വിവർത്തന കൃതിയാണ്. പ്രശസ്ത ഇറ്റാലിയൻ കവിയായ റിൽക്കെ യുവസ്നേഹിതനയച്ച കത്തുകൾ വളരെ പ്രശസ്തമാണ്. DC ബുക്സ് അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അവിടെ അദ്ദേഹം യുവസ്നേഹിതനോട് എങ്ങനെയാണ് ഒരു കവിത എഴുതേണ്ടത് എന്നതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്യമുണ്ട്: നിങ്ങൾക്കൊരു കവിത എഴുതാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ കവിത എഴുതരുത്. നിങ്ങൾക്ക് വീണ്ടും ആ കവിത എഴുതാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കവിത എഴുതരുത്. ഒരു കവിത എഴുതാതെ മുമ്പോട്ട് പോകാൻ സാധ്യതയില്ലാത്ത ഒരു ഘട്ടം വരുമ്പോൾ, ഹൃദയം നിറഞ്ഞു കവിയുമ്പോൾ, ആ ഘട്ടത്തിൽ മാത്രം നിങ്ങൾ കവിത എഴുതുക എന്നാണ് അദ്ദേഹം പറയുന്നത്. വിവർത്തനവും അതുപോലെ തന്നെയാണ്. ഒരു വിവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഒരു കവിത അദ്ദേഹത്തെ ആവേശിക്കുമ്പോൾ, അദ്ദേഹത്തിലേക്ക് കടന്നു വരുമ്പോൾ വിവർത്തനം ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതി അദ്ദേഹത്തിന് ഉണ്ടാവും. ആ ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ നല്ല വിവർത്തനങ്ങളൊക്കെ സംഭവിക്കുന്നത്. നമുക്കറിയാം, മലയാളത്തിലെ പ്രശസ്തമായ പല വിവർത്തനങ്ങളും ആ വിവർത്തന കൃതികളുമായിട്ട്, ആ മൂലഭാഷയിലുള്ള കൃതികളുമായിട്ട് വിവർത്തകർക്കുണ്ടാകുന്ന ഒരു ഹൃദയ ഐക്യമുണ്ട്. ആ ഐക്യത്തിലാണ് പലപ്പോഴും വിവർത്തനം സംഭവിക്കുന്നത്. അയ്യപ്പ പണിക്കർ വേസ്റ്റ്ലാൻഡ് വിവർത്തനം ചെയ്തപ്പോൾ, അല്ലെങ്കിൽ D. വീരേന്ദ്രൻ സാറ് ലോർക്കയെ വിവർത്തനം ചെയ്യുമ്പോൾ, കടമ്മനിട്ട ഒക്ടോവിയോ പാസിനെ വിവർത്തനം ചെയ്യുമ്പോഴൊക്കെ ഇവരുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു തത്വശാസ്ത്രത്തോട് ഏതൊക്കെയോ നിലയിൽ ആ കൃതികൾ ബന്ധപ്പെടുമ്പോഴാണ് ഹൃദയം നിറഞ്ഞ ഈ നേരത്തെ റിൽക്കെ സൂചിപ്പിച്ചതുപോലെയുള്ള വിവർത്തനങ്ങൾ ഉണ്ടാവുന്നത്. ഈ കൃതി എന്തുകൊണ്ടാണ് നമ്മുടെ നാരായണൻ സാറിനെ ഇത്രമാത്രം ആകർഷിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എന്ന് എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ ഒരു കിഴക്കിൻ്റെ ഒരു തത്വശാസ്ത്രത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരാളാണ് നമ്മുടെ നാരായണൻ സാറ്. പക്ഷേ ഈ കൃതി യഥാർത്ഥത്തിൽ പടിഞ്ഞാറിൻ്റെ കാറ്റാണ്, പടിഞ്ഞാറൻ കാറ്റാണ്. നമുക്കറിയാം, പടിഞ്ഞാറിൻ്റെ ഫിലോസഫികളൊക്കെ ഓപ്പോസിറ്റ് ബൈനറി ഓപ്പോസിഷനിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. കറുപ്പ് വെളുപ്പ്, പാപം പുണ്യം, സത്യം മിഥ്യ, ഇങ്ങനെയുള്ള ഓപ്പോസിറ്റായിട്ടുള്ള വിരുദ്ധ ദ്വന്ദ്വങ്ങളിൽ അടിസ്ഥാനം ഇട്ടിട്ടുള്ള ഒരു തത്വശാസ്ത്രമാണ് എപ്പോഴും പടിഞ്ഞാറിനുള്ളത്. പടിഞ്ഞാറിൻ്റെ എല്ലാ നിർമ്മിതികളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഇതിലാണ്. പക്ഷെ നമുക്കറിയാം, ഈ ഓഡ് ടു വെസ്റ്റ് വിൻഡിലേക്ക് വരുമ്പോൾ ഇവിടെ പ്രിസർവറും സംരക്ഷകനും ഡിസ്ട്രോയറുമായിട്ട് മാറുന്നത് കാറ്റാണ്. ഇത് ഏകത്വത്തിലേക്കുള്ള, അല്ലെങ്കിൽ പടിഞ്ഞാറിൻ്റെ ആ തത്വശാസ്ത്രത്തിന് നേരെ വിപരീതമായി കിഴക്കിൻ്റെ ഒരു തത്വശാസ്ത്രത്തെ വളരെ മനോഹരമായിട്ട് സമന്വയിപ്പിക്കുന്ന ഒരു കൃതിയാണ് ഓഡ് ടു വെസ്റ്റ് വിൻഡ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടായിരിക്കാം നാരായണൻ സാറിൻ്റെ ഹൃദയത്തിലേക്ക് ഈ കവിത കടന്നു വരികയും അവിടെ വിവർത്തനം ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് അത് വളരുകയും ഒക്കെ ചെയ്തത്. വിവർത്തനത്തെപ്പറ്റി പറയുന്ന വളരെ പ്രശസ്തമായ ഒരു വാക്യമുണ്ട്. ഒരുപക്ഷെ അത് ഇച്ചിരി സ്ത്രീവിരുദ്ധമാണോ എന്ന് സംശയിക്കാം. വിവർത്തനം ഭാര്യയെ പോലെയാണ് എന്നാണ് പറയുന്നത്. സുന്ദരിയാണെങ്കിൽ അവൾ അവിശ്വസ്തയായിരിക്കും, വിശ്വസ്തയാണെങ്കിൽ അവൾ വിരൂപയായിരിക്കും എന്ന് പറയാറുണ്ട്. പക്ഷെ ഇവിടെ സുന്ദരിയും വിശ്വസ്തയുമായ ഒരു വിവർത്തന കൃതിയാണ് നമ്മളിവിടെ കാണുന്നത്. പലപ്പോഴും ഇതൊരു സ്വതന്ത്ര വിവർത്തനത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് മാറുന്നുണ്ട്. പലപ്പോഴും പദാനുപദ വിവർത്തനമോ, ഒരുപക്ഷെ മൂലകൃതിയെ തന്നെ അതിനെ വിസ്മരിച്ചുകൊണ്ട് പുതിയ പന്ഥാവുകളിലൂടെ ആ കൃതിയെ കണ്ടെത്താനുള്ള ശ്രമം ഈ വിവർത്തനത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്.
ആദ്യമായി നമ്മുടെ അധ്യക്ഷൻ നമ്മുടെ റെജി അച്ഛൻ നമ്മുടെ മലയാള കുടുംബത്തിൻ്റെ ഭാഗമാണ്. അച്ഛനെ ഔപചാരികതയുടെ പേരിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിശ്വനാഥൻ നമ്പൂതിരി സാറ് കോട്ടയം ബെസിലിയസ് കോളേജിൽ നിന്ന് സംസ്കൃത വിഭാഗത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത അധ്യാപകനാണ്. പ്രസരം എന്ന പേരിൽ സംസ്കൃത സമാജം പൊതുജനങ്ങൾക്ക് സംസ്കൃത ആഭിമുഖ്യം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആഗമാനന്ദ പുരസ്കാരം പോലെയുള്ള ശ്രീരാമകൃഷ്ണ മഠം ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പുരസ്കാരമാണ്. ആധ്യാത്മിക സാമൂഹിക രംഗത്തെ സംഭാവനകൾക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ്. അതുപോലെയുള്ള പ്രശസ്തമായ പല പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുള്ള ഒരു വിശിഷ്ട വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചില പുസ്തകങ്ങൾ സനാതന സുധ, കീർത്തി സുധ എന്നീ പുസ്തകങ്ങൾ. അതിൽ സനാതന സുധ എന്ന പുസ്തകം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുൻ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന് വളരെ പ്രിയപ്പെട്ട ഒരു പുസ്തകമായിരുന്നു അദ്ദേഹം. ആ പുസ്തകം നമ്മുടെ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചിട്ട് ഉണ്ട്. അങ്ങനെ നിരവധി കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. വ്യാഖ്യാന കൃതികൾ, അനേകം സംസ്കൃത കൃതികൾക്ക് വ്യാഖ്യാനം രചിച്ചിട്ടുണ്ട്. അങ്ങനെ അമൃത ടി വിയിലും മറ്റുമൊക്കെ ആധ്യാത്മിക സാമൂഹിക സംസ്കൃതി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെ പറ്റിയിട്ടുള്ള പ്രഭാഷണങ്ങൾ നടത്തുന്ന ആളാണ്. വിശ്വനാഥൻ നമ്പൂതിരി സാറിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ജോസഫ് സ്കറിയ സാറ് നമ്മുടെ HOD, അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഔപചാരികതയുടെ പേരിൽ മാത്രം സ്വാഗതം ചെയ്യുന്നു. ജോസഫ് സാറ് നമുക്കെല്ലാം വളരെ പരിചിതനാണ്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിന് വലിയ മഹത്തായിട്ടുള്ള പണ്ഡിതന്മാരുടെ ഒരു പാരമ്പര്യം ഉണ്ട്. ആ ശ്രേണിയിലെ ഒരു കണ്ണിയാണ് നമ്മുടെ ജോസി സാറ്. പുസ്തകങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ തന്നെ സ്വീകരണമുറി തൊട്ട് അങ്ങ് ബെഡ്റൂമിൻ്റെ അവിടെ വരെ ഇങ്ങനെ പുസ്തകങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഞാൻ പോയിട്ടില്ല. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അത് കാണാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടാകുമായിരിക്കും. അപ്പോൾ ജോസഫ് സാറിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ എബിൻ M. ദേവസ്യ, നമ്മുടെ ബുക്കോരം പബ്ലിക്കേഷൻ, നമ്മുടെ ഇവിടുത്തെ അധ്യാപകനായിരുന്നു. എല്ലാവർക്കും കുട്ടികൾക്കെല്ലാം പരിചയമുണ്ട്. എബിൻ്റെ ഒരു സംരംഭമാണ് ബുക്കോരം എന്ന് പറയുന്ന പബ്ലിക്കേഷൻ. എബിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അവസാനമായിട്ട് നാരായണൻ സാറ് നമുക്കറിയാം, കഥകളി രംഗത്തൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ്. സാഹിത്യത്തെ സംബന്ധിച്ച് കൃത്യമായ നിലപാടുകളുള്ള ആളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സൗഹൃദമാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. ഒരു മിഠായി കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് പലതായി വിഭജിച്ച് അത് ഞങ്ങൾക്ക് കൊണ്ട് തരുന്ന മധുരമുള്ള ഈ നാരായണൻ സാറിനെ എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതിലേക്ക് വന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും, മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളെയും അധ്യാപകരെയും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ നാരായണൻ സാറിനെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏടാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പല കാരണങ്ങൾ കൊണ്ട് ഇത് പ്രധാനപ്പെട്ടതാകുന്നുണ്ട്. ഒന്ന്, നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, നമുക്കെല്ലാവർക്കും അറിയാം, NEP 2020. അത് ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് പ്രൊഫസേഴ്സിൻ്റെ ഈ രീതിയിലുള്ള അക്കാദമികമായ, അതായത് പബ്ലിഷിങ്ങും അതുപോലെ തന്നെ ഈ സർഗാത്മകതയിൽ ഊന്നി നിന്ന പ്രവർത്തനങ്ങളോട് ചേർന്നുള്ള ഇടപെടലുകൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രധാനമായിട്ട് മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. അത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ UGC 2025 ഡ്രാഫ്റ്റ് റെഗുലേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോയിൻമെൻറ്റ് ഓഫ് ടീച്ചേഴ്സ്, പ്രിൻസിപ്പൽസ് ആൻഡ് വൈസ് ചാൻസലേഴ്സ്. അതിനകത്ത് 9 ക്രൈറ്റീരിയ പറയുന്നുണ്ട്. അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈറ്റീരിയയിൽ ഒന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ സർഗാത്മകമായ ഇടപെടലുകൾ എത്രമാത്രമുണ്ട് അതിനെ ക്വാണ്ടിഫൈ ചെയ്ത് ഈ അപ്പോയിൻമെൻറ്റിൻ്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ സാറ് നമ്മുടെ, അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണ്. മറ്റൊന്ന്, നമുക്കെല്ലാവർക്കും അറിയാം, സംസ്കൃത സാഹിത്യം അതിൻ്റെ വൈപുല്യം കൊണ്ട് സമ്പന്നമാണ് എങ്കിൽ പോലും പാശ്ചാത്യ സാഹിത്യവുമായിട്ട് ഒത്തിരിയേറെ ട്രാൻസ്ലേഷൻസും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് എല്ലാ മേഖലയിലും അതിൻ്റേതായ സ്വാധീനവും ശക്തിയും ഒക്കെ കൊണ്ടുവന്ന് ഇന്ത്യൻ വിജ്ഞാന മേഖലയെ വികസിപ്പിക്കുക എന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ പുതിയ പദ്ധതികളിലൊന്നാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പോൾ അതിന് പറഞ്ഞിരിക്കുന്ന പേര് IKS, ഇന്ത്യൻ നോളജ് സിസ്റ്റം. ഒരു ഫുൾ ഫോം, അതിൻ്റെ IKSൻ്റെ ഫുൾ ഫോമാണ്. അത് നിർബന്ധമായും എല്ലാ നമ്മുടെ പഠന മേഖലയിലും ഉൾപ്പെടുത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇനി മുതൽ അതായത് ഈവൻ നമ്മൾ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിൽ ഉൾപ്പെടെ IKS ഉൾപ്പെടുത്തണം. ഓൾറെഡി അവർക്ക് അതിൻ്റെ ക്ലാസ്സുകൾ നമുക്കറിയാം. ഇപ്പം നമ്മുടെ പുതിയ കോഴ്സുകൾ ആരംഭിച്ചപ്പോൾ AICTയുടെ സിലബസ് തന്നെയാണ് നമ്മൾ സ്വീകരിച്ചത്. അതിനകത്തെ പ്രധാനപ്പെട്ട കമ്പോണൻറ്റിലൊന്നായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. അതിലേക്കും സാറിൻ്റെ ഒരു സംഭാവനയായിട്ട് ഈ ഒരു വിവർത്തനം കടന്നു വരികയാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു അധ്യാപകൻ, അതും സർഗാത്മകമായ ഇടപെടലുകളിലൂടെ, പ്രത്യേകിച്ചും കഥകളി പോലുള്ള അതായത് കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നതിലൂടെ, അതിലേറെ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ, ബിൻ സാറ് പറഞ്ഞ പോലെ വളരെ സാത്വികമായ ഇടപെടലിലൂടെ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കുമൊക്കെ നല്ല രീതിയിൽ പ്രചോദനമായി പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകൻ. അദ്ദേഹം ഈ ഒരു കൃതി അതിനോട് ചേർത്ത് വെച്ച് ഞാൻ പറയുന്നത് സമന്വയവും, ഒരു പരിധിവരെ സംസ്കൃത അല്ലെങ്കിൽ നമ്മുടെ ഈസ്റ്റേൺ ഫിലോസഫിയുടെ എല്ലാം പ്രത്യേകത എല്ലാത്തിനെയും ആശ്ലേഷിക്കുന്ന സമാശ്ലേഷണം എന്ന് പറയുന്ന ആ ഒരു സമാശ്ലേഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് കരുതുന്നുണ്ട്. അപ്പം അങ്ങനെ എല്ലാത്തിനെയും ആശ്ലേഷിച്ച് അല്ലെങ്കിൽ പുൽകി നിൽക്കുന്ന, എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള തുറവി കാണിക്കുന്ന ഒരു സംസ്കാരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതം ഉൾപ്പെടെയുള്ള സംസ്കാരത്തിൻ്റെ പ്രത്യേകത. ഏതിനെയും സ്വീകരിക്കും. സ്വീകരിച്ചിട്ട് അതിൻ്റേതായ വീക്ഷണമുണ്ട്, പക്ഷേ അതിനപ്പുറത്തേക്ക് എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള വലിയൊരു വ്യാപ്തി അതിനുണ്ട്. അതിലേക്കാണ് സാറിൻ്റെ ഈ ഒരു വിവർത്തനത്തിൻ്റെ സംഭാവനയും കടന്നു വരുന്നത് എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ പല തലങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആണെങ്കിലും, അതുപോലെ തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഒരു അധ്യാപകൻ യൂണിവേഴ്സിറ്റിയുടെ അക്കാദമിക് ബാങ്കിലേക്ക്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇതുകൂടിയാണിത്, അപ്പം അതിലേക്ക് ഒരു കൃതി സംഭാവന ചെയ്യുന്നു എന്ന് പറയുന്നത് സെയിൻറ്റ് ബർഗ്മാൻസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുള്ള സന്ദർഭമാണ്. അങ്ങനെ പല തലങ്ങളിൽ പ്രാധാന്യമുള്ള ഈ ഒരു ചടങ്ങിൽ സംബന്ധിക്കുക എന്ന് പറയുന്നതും എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ വരുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഏക വ്യക്തി, മലയാളം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചിന്തിക്കുമ്പോഴത്തേക്കും ഞാൻ ഇവിടേക്ക് പഠിപ്പിക്കാനായിട്ട് കടന്നു വരുമ്പം ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്ന് അവശേഷിക്കുന്ന ഏക വ്യക്തി നാരായണ സാറാണ്. അതുകൊണ്ട് നാരായണ സാറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രത്യേകമായ ഒരു അടുപ്പമുണ്ട്. അപ്പം അതും ഞാൻ പ്രത്യേകമായിട്ട് പറയുകയാണ്. അപ്പോൾ സാറിനെ സെയിൻറ്റ് ബർഗ്മാൻസ് കോളേജിൻ്റെ പേരിൽ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ കൃതി ഒത്തിരി വിദ്യാർത്ഥികൾക്ക് അവരുടെ കാഴ്ചപ്പാടുകൾക്ക് പോലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന, അതേസമയം തന്നെ കൃതിയെ പുതിയ രീതിയിൽ സമീപിക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കുന്ന ഒന്നായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, വളരെ ആഹ്ലാദപൂർവ്വമാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്കേറെ പ്രിയങ്കരനും എനിക്കേറെ ആദരവുമുള്ള എൻ്റെ പ്രിയ സുഹൃത്തും സഹപ്രവർത്തകനുമായ നാരായണൻ സാറ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സൃഷ്ടി, ഇംഗ്ലീഷിലെ വളരെ പ്രസിദ്ധമായ ഒരു കവിത സംസ്കൃതത്തിലാക്കിയത് പ്രസിദ്ധീകരിക്കുന്ന ഈ വേളയിൽ ഈ പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് രണ്ട് വാക്ക് സംസാരിക്കാൻ ഒരവസരം കിട്ടിയത് ഭാഗ്യമായി ഞാൻ കരുതുന്നു. സാറുമായി ഈ കവിതയെക്കുറിച്ച് ഒരുപാട് മണിക്കൂറുകൾ ചർച്ച ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അത് വളരെ ആഹ്ലാദകരമായൊരു അനുഭവമായിരുന്നു. സാറ് എന്നിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് ഇതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. അതിനേക്കാളേറെ സാറിൽ നിന്ന് ഞാൻ പഠിച്ചു എന്നുള്ളതാണ് സത്യം. പുസ്തകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഷെല്ലിയെക്കുറിച്ചും ഈ കവിതയെക്കുറിച്ചും രണ്ട് വാക്ക്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഷെല്ലിയെക്കുറിച്ച്. റൊമാൻറ്റിക് കവികളിൽ ഏറ്റവും ശ്രദ്ധേയമായ രണ്ട് പേരുകളാണ് കീറ്റ്സും ഷെല്ലിയും. ശ്രദ്ധേയമെന്ന് ഞാൻ പറയാൻ കാരണം അവർ രണ്ടുപേരും ചെറുപ്പക്കാരായിരുന്നു, ചെറുപ്പത്തിലേ മരിച്ചു പോയവരാണ്. കീറ്റ്സ് മരിക്കുമ്പോൾ 26 വയസ്സേ ഉള്ളൂ, ഷെല്ലി മരിക്കുമ്പോൾ 30 തികഞ്ഞിരുന്നില്ല. ഇവർ സമകാലികരും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു. ഷെല്ലിക്ക് വളരെ ആദരവുള്ള മനുഷ്യനായിരുന്നു കീറ്റ്സ്. കീറ്റ്സിൻ്റെ
കവിതകൾ. എന്നേക്കാൾ വലിയ കവി എന്നാണ് അദ്ദേഹം കീറ്റ്സിനെ വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷെ ഇവർ രണ്ടുപേരും ജീവിച്ചിരുന്ന കാലത്ത് അത്ര പ്രശസ്തരായില്ല, അല്ലെങ്കിൽ അവരുടെ കവിത വ്യാപകമായി വായിക്കപ്പെടുകയോ അംഗീകരിക്കപ്പെടുകയോ ചെയ്തിരുന്നില്ല. മരണശേഷമാണ് ഇവർ രണ്ടുപേരും ഉയർത്തെഴുന്നേറ്റത്, അല്ലെങ്കിൽ അവരെ ഗൗരവപൂർവ്വം വായിക്കപ്പെട്ടു തുടങ്ങിയത്. ഷെല്ലി ജീവിതത്തിൽ ഉടനീളം കലഹിച്ച ഒരാളാണ്. വ്യവസ്ഥിതിയോട്, തൻ്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങളോട്, ലോകക്രമത്തോട് തന്നെ കലഹിച്ചുകൊണ്ട് ഒരു പുതിയ ലോകം കെട്ടിപ്പടുക്കണം എന്നാഗ്രഹിച്ച ആളാണ്. നിലവിലെ ലോകം തകർത്തുകൊണ്ട് മാത്രമേ അത് സാധ്യമാകൂ എന്ന് വിശ്വസിച്ചിരുന്ന കുറച്ച് ബോധ്യങ്ങളുള്ള ഒരാളായിരുന്നു ഷെല്ലി. കാൽപ്പനികമായ ഭാവന സഞ്ചാരങ്ങളിലൂടെ വ്യാപരിക്കുമ്പോഴും ഷെല്ലിയുടെ കവിതകളിൽ രാഷ്ട്രീയവും ദാർശനികവുമായ ഒരു അന്തർധാര വളരെ വ്യക്തമായി നമുക്ക് കാണാം. അദ്ദേഹം ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച ആളാണ്. സമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ജീവിതകാലം മുഴുവൻ അലഞ്ഞ് നടക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ വിധി. കലഹിച്ചുകൊണ്ട് ചുറ്റുപാടും, വീട്ടിലും പുറത്തും, സ്കൂളിലും കോളേജിലുമെല്ലാം കലഹിക്കുമായിരുന്നു. പ്രസിദ്ധമായ ഈറ്റൺ സ്കൂളിൽ പഠിച്ചിട്ട് അദ്ദേഹം ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പഠിക്കാൻ ചെന്നു. ഒരു വർഷം മാത്രമേ അവിടെ പഠിക്കാൻ പറ്റിയുള്ളൂ. പിറ്റേ വർഷം അദ്ദേഹത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കി. അതിന് കാരണമായി പറയുന്നത് പുറത്തു വന്ന ഒരു പാംഫ്ലെറ്റാണ്, ദ നെസസിറ്റി ഓഫ് എത്തീസം, നിരീശ്വരവാദത്തിൻ്റെ ആവശ്യകത എന്ന പേരിൽ ഇറങ്ങിയ ഒരു പാംഫ്ലെറ്റ് ഷെല്ലിയാണ് എഴുതിയത് എന്ന് ആരോപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്. അത് പേര് വയ്ക്കാതെ വന്നൊരു പാംഫ്ലെറ്റാണ് വിദ്യാർത്ഥികളുടെ ഇടയിൽ. പിന്നീട് അദ്ദേഹം ഒരുപാട് സഞ്ചരിച്ചു. ഇറ്റലി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രാജ്യമായിരുന്നു. മെഡിറ്ററേനിയൻ രാജ്യങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ അലഞ്ഞ് ഇംഗ്ലണ്ടിൽ നിന്ന് മാറി ആണ് അദ്ദേഹം ജീവിതകാലം ചെലവഴിച്ചത്. ചുറ്റും നടക്കുന്നതിനെയൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ നാളത്തേക്കായിട്ടുള്ളൊരു ദർശനം മുമ്പോട്ട് വയ്ക്കുന്ന ഒരാളായിരുന്നു. ഇത് കവിയുടെ വലിയ ധർമ്മമാണെന്ന് ബോധ്യമുള്ള ഒരാളുമായിരുന്നു. ഷെല്ലിയുടെ പ്രസിദ്ധമായൊരു ലേഖനമുണ്ട്, ഡിഫൻസ് ഓഫ് പോയട്രി. അതിൽ അദ്ദേഹം കവികളെ വിശേഷിപ്പിക്കുന്നത് ദി അൺഅക്നോളജ്ഡ് ലെജിസ്ലേറ്റേഴ്സ് ഓഫ് ദ വേൾഡ് എന്നാണ്. ഈ ലോകത്തിൻ്റെ നിയമജ്ഞരാണ്, അല്ലെങ്കിൽ നിയമം സൃഷ്ടിക്കേണ്ടവരാണ്, ലോകക്രമം നിശ്ചയിക്കേണ്ടവർ കവികളും എഴുത്തുകാരും ആണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഷെല്ലിയുടെ കവിതകളിലൊക്കെ ഈ പ്രവാചക ശബ്ദം കാണാം. ഈ കവി ഒരു പ്രവാചകനായി മാറുന്ന ആ ഒരു ദാർശനികത ഷെല്ലിയുടെ കവിതകളിലുണ്ട്. അദ്ദേഹം 30-ാം വയസ്സിൽ മരിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം നമ്മുടെ കുമാരനാശാൻ മരിക്കുന്നതിന് 100 കൊല്ലം മുമ്പ് അതുപോലൊരു ബോട്ടപകടത്തിൽ ആണ് അദ്ദേഹം മരിച്ചത്. 10 ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ചീഞ്ഞളഞ്ഞ ശവശരീരം കിട്ടിയത്. ഇറ്റലിയുടെ ഒരു തീരത്ത് ദഹിപ്പിക്കുകയായിരുന്നു, കത്തിച്ചു കളയായിരുന്നു. മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ, ഓവർകോട്ടിൻ്റെ പോക്കറ്റിൽ കീറ്റ്സിൻ്റെ ലാമിയ എന്ന കവിതയുടെ ഒരു കോപ്പി ഉണ്ടായിരുന്നു. അത് വായിച്ചുകൊണ്ടാണ് അദ്ദേഹം മരിച്ചതെന്ന് പറയുന്നു. ഷെല്ലി ഒരുപാട് പ്രസിദ്ധമായ കവിതകൾ എഴുതിയിട്ടുണ്ട്. ഓഡ് ടു എ സ്കൈലാർക്ക്, പ്രോമിത്യൂസ് അൺബൗണ്ട്, സോങ് ടു ദ മെൻ ഓഫ് ഇംഗ്ലണ്ട്, ഇങ്ങനെ ഒരുപാട് കവിതകളും നാടകങ്ങളും പല രൂപത്തിലുള്ള സാഹിത്യ രൂപങ്ങളും എഴുതിയിട്ടുള്ള ഒരാളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം അധികം അംഗീകരിക്കപ്പെട്ടില്ല. പക്ഷെ മരണശേഷം പിന്നീട് വന്ന പല കവികളുടെയും ചിന്തകരുടെയും പ്രിയപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ ഷെല്ലിയായിരുന്നു. പിന്നീട് വന്ന ഇപ്പം റോബർട്ട് ബ്രൗണിങ് ആകട്ടെ, സ്വിൻബേൺ ആകട്ടെ, യെയ്റ്റ്സ് ആകട്ടെ, ഇവരുടെയൊക്കെ പ്രിയപ്പെട്ട കവികളിൽ ഒരാൾ ഷെല്ലിയായിരുന്നു. കാൾ മാർക്സിൻ്റെ പ്രിയപ്പെട്ട കവികളിൽ ഒരാൾ, ജോർജ് ബെർണാഡ് ഷോയുടെ ഒരുപാട് വിപ്ലവ ആശയങ്ങൾ തൻ്റെ നാടകത്തിൽ എഴുതിയ ബെർണാഡ് ഷോയുടെ സോഷ്യൽ റിയലിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രയോക്താക്കളിൽ ഒരാളായ ജോർജ് ബെർണാഡ് ഷോയുടെ പ്രിയപ്പെട്ട കവികളിൽ ഒരാൾ ഷെല്ലിയായിരുന്നു. മഹാത്മാഗാന്ധി പോലും ഷെല്ലിയുടെ കവിതകൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. ഇനി ഞാൻ ഓട്ട് ടു ദ വെസ്റ്റ് വിൻഡിലേക്ക് വരാം. എന്താണ് ഈ വെസ്റ്റ് വിൻഡ്?
പടിഞ്ഞാറൻ പടിഞ്ഞാറിനെ കുറിച്ച് ബിൻസാർ ചില രസകരമായ നിരീക്ഷണങ്ങൾ വന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു കോമ്പോസിറ്റ് മെറ്റഫറാണ്, ഒരു സങ്കീർണമായ രൂപകമാണ് പടിഞ്ഞാറൻ കാറ്റ്. അതെന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അർത്ഥം നിങ്ങളതിൽ വായിച്ചോളൂ. ഒരു കാര്യം വ്യക്തമാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച നിലവിലെ വ്യവസ്ഥയെ ഉടച്ചു പാർക്കുന്ന ഒരു ശക്തി ആയിട്ടാണ് ഈ പടിഞ്ഞാറൻ കാറ്റിനെ അദ്ദേഹം വിഭാവന ചെയ്യുന്നത്. അപ്പം അത് വിപ്ലവമാണ്, അത് പരിവർത്തനത്തിൻ്റെ രൂപകമാണ്, അല്ലെങ്കിൽ ഉപകരണമാണ്. അതാഞ്ഞു വീശുമ്പോൾ ലോകക്രമം മാറും. അതാണ് ഈ കവിതയുടെ ഒരു യുക്തി എന്ന് പറയുന്നത്. 819 ഈ കവിത വരുന്നത്. 1819 ഈ കവിത വരുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ അതിന് മുമ്പ് എഴുതിയിട്ടുള്ള സോങ് ടു ദ മെൻ ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. ഇതിനെ രാഷ്ട്രീയ കവിതയായിട്ടും വായിക്കാം. കാരണം 1819 ഓഗസ്റ്റിൽ ഇംഗ്ലണ്ടിൽ വലിയൊരു കലാപമുണ്ടായി. പീറ്റർലൂ മാസക്കർ എന്ന് പറയുന്ന ഒരു കലാപമുണ്ടായി. അത് ഈ നെപ്പോളിയനുമായിട്ടുള്ള യുദ്ധങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ട് തകർന്ന് തരിപ്പണമായി. വലിയ രീതിയിലുള്ള സാമ്പത്തിക മാന്ദ്യം വന്നു, തൊഴിലില്ല, ആളുകൾ പട്ടിണി കൊണ്ട് മരിക്കുന്നു. ആ സമയത്ത് ഈ ആളുകളുടെ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ ആർക്കും താല്പര്യമില്ലായിരുന്നു. കാരണം അന്ന് വോട്ടവകാശം ജനസംഖ്യയുടെ ഒരു 10-11% മാത്രമുള്ള വരേണ്യവർഗത്തിന് മാത്രമായിരുന്നു വോട്ടവകാശം. അപ്പോൾ ഇത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ പ്രതിനിധികൾ പാർലമെൻറ്റിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് തൊഴിലാളികളും സാധാരണ ആളുകളും പട്ടിണിപ്പാവങ്ങളും കൂടി തെരുവിലിറങ്ങി സമരം ചെയ്ത ഒരു ഐതിഹാസികമായ മുഹൂർത്തമാണ് ഈ പീറ്റർലൂ ആജിറ്റേഷൻ. വോട്ടവകാശത്തിന് വേണ്ടി, പാർലമെൻ്ററി റെപ്രസെൻറ്റേഷന് വേണ്ടി. അതിനെ അന്നത്തെ രാജാവിൻ്റെ കാവാൽ കുതിരപ്പട്ടാളം അടിച്ചമർത്തുകയും 10,000 പേര് നിന്നിടത്തോട്ട് കുതിരപ്പട്ടാളം കയറി അടിച്ചമർത്തുകയും ഒരുപാട് പേര് മരിക്കുകയും ഒക്കെ ചെയ്തു. ഈ സംഭവത്തിനോട് ഉള്ളൊരു പ്രതികരണം എന്ന രീതിയിലാണ് ഷെല്ലി 2-3 കവിതകൾ എഴുതി. അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സോങ് ടു ദ മെൻ ഓഫ് ഇംഗ്ലണ്ട് ആണ്. ആ കവിത ഇന്ന് വായിച്ചാൽ, 200 കൊല്ലം മുമ്പ് എഴുതിയ കവിത വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. തൊഴിലാളികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഈ അടിച്ചമർത്തൽ സഹിക്കുന്നത്? നിങ്ങളെ അടിച്ചമർത്തുന്ന മുതലാളിമാർക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് നിലമുഴുതുന്നത്? അവരുടെ പട്ടുവസ്ത്രം തുന്നിക്കൊടുക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ചങ്ങലകളിൽ ബന്ധിതരാകുന്നത്? നോക്കൂ, ഇത് കവിത പുറത്തു വന്നിട്ട് 40 വർഷങ്ങൾക്ക് ശേഷമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വരുന്നത്. കാൾ മാർക്സിൻ്റെ. അത് 1848 വരുന്നത്. എ സ്പെക്ടർ ഇസ് ഹോണ്ടിങ് യൂറോപ്പ്, ദ സ്പെക്ടർ ഓഫ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞ് പ്രസിദ്ധമായ വാക്യത്തോടുകൂടി തുടങ്ങുന്നത്. നമ്മൾ ഈ ഷെല്ലിയുടെ ഓട്ട് ടു ദ വെസ്റ്റ് വിൻഡ് വായിക്കുമ്പോൾ നമുക്ക് ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ മാർക്സ് മുമ്പോട്ട് വരുന്ന ഇംഗ്ലണ്ട് യൂറോപ്പിനെ ഒരു ഭൂതം ബാധിച്ചിരുന്നു എന്ന് പറയുന്ന അതിൻ്റെ ഒരു പ്രാഗ്രൂപമായിട്ട് ഈ പടിഞ്ഞാറൻ കാറ്റിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഞാൻ കവിതയിലേക്ക് വരാം. ഇത് 70 വരികളിൽ എഴുതിയ കവിതയാണ്. 5 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഖണ്ഡികയിൽ 14 വരികൾ, അങ്ങനെ 14 × 5 70. ഈ 14 വരികൾ ഒരു പ്രത്യേക രൂപത്തിലാണ്, വൃത്തരൂപത്തിലാണ്. അത് ഒരു ഇറ്റാലിയൻ വൃത്തമായ ടെസ റീമ എന്ന് പറയും. ഇത് കണ്ടുപിടിച്ചത് സാക്ഷാൽ ഡാൻറ്റെയാണ് 14-ാം നൂറ്റാണ്ടിൽ. അതും വിശ്വസാഹിത്യ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ കൃതികളൊന്നായ ഡിവൈൻ കോമഡി രചിക്കാൻ വേണ്ടി ഡാൻറ്റെ സൃഷ്ടിച്ച ഒരു വൃത്തമാണ് ടെസ റീമ. ടെസ റീമയുടെ പ്രത്യേകത 3 വരികളാണ് ഓരോ ഖണ്ഡികയിലുമുള്ളത്. ടെർസെറ്റ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ 3 വരികളുള്ള അത്തരം 4 സ്റ്റാൻസേഴ്സ് വരുമ്പോൾ 12 വരിയായി. പിന്നെ ഒരു ഈരടി, ഒരു കപ്ലറ്റ്, റൈമിങ് കപ്ലറ്റ്. ഇതാണ് ഇതിൻ്റെ ഒരു ചട്ടക്കൂട്. ഇങ്ങനെ 5 സ്റ്റാൻസേഴ്സ് വരുന്നതാണ് ഈ 70 വരികളിൽ ഈ കവിത വരുന്നത്. ഈ 5 സ്റ്റാൻസ നമുക്കൊരു അതിൽ ആദ്യത്തെ 3 ഭാഗങ്ങൾ നോക്കിയാൽ, ആദ്യത്തെ ഭാഗം ഈ പടിഞ്ഞാറൻ കാറ്റ് ഈ കരയിൽ നടത്തുന്ന ആഘാതമാണ്. ഭൂമിയിൽ, മണ്ണിൽ, വനത്തിൽ വീശിയടിക്കുമ്പോൾ ഉണ്ടാകുന്ന പരിവർത്തനമാണ്, അല്ലെങ്കിൽ ആഘാതമാണ് ആദ്യത്തെ ഭാഗത്ത്. 2-ാം ഭാഗത്ത് ആകാശത്ത്, വായുവിൽ. 3-ാം ഭാഗത്ത് ജലത്തിൽ, വെള്ളത്തിൽ, പ്രത്യേകിച്ച് മെഡിറ്ററേനിയൻ ഉൾപ്പെടെയുള്ള ജലാശയങ്ങളിൽ. 4-ാമത്തെ 5-ാമത്തെയും ഭാഗത്തിൽ കവി ഈ പടിഞ്ഞാറൻ കാറ്റിനോട് നേരിട്ട് സംസാരിക്കുകയാണ്. എന്നെ പ്രാപ്തനാക്കൂ
എനിക്കൂടെ നിൻ്റെ ബലം തരൂ, എന്നെ കൂടെ നിൻ്റെ കൂടെ കൂട്ടൂ, നമുക്ക് ഈ ലോകത്തെ മാറ്റിമറിക്കാം എന്ന് പറയുന്ന ആ ഒരു വാദമാണ് 4-ാമത്തെ 5-ാമത്തെയും ഭാഗത്ത് മുമ്പോട്ട് വയ്ക്കുന്നത്. വളരെ പ്രസിദ്ധമായ വരികളിലാണിത് അവസാനിക്കുന്നത്. ഒരു പ്രതീക്ഷയുടെ, എല്ലാ വിപ്ലവത്തിൻ്റെയും അടിസ്ഥാന ഒരു ചോദനയായി നിൽക്കുന്നത് ഒരു നല്ല നാളെ കുറിച്ചുള്ള പ്രതീക്ഷയാണ്. ഇഫ് വിൻ്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ് എന്ന പ്രസിദ്ധമായ ചോദ്യം. ശിശിരമിങ്ങെത്തിയെങ്കിൽ വസന്തം ദൂരെ ആയിരിക്കുമോ എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ഈ കവിത അവസാനിക്കുന്നത്. ഇത് 200 വർഷം പഴക്കമുള്ള കവിതയാണ്. ഇതൊരു ക്ലാസിക് കൃതിയാണ്. ഇത് ഒരുപാട് ലോകത്തെല്ലായിടത്തും സർവകലാശാലകളിലും കോളേജുകളിലും പല തലത്തിലിത് പഠിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരു കവിതയാണ്. ഒരുപക്ഷെ ഇതിൻ്റെ ഒരു ക്ലാസിക് സ്വഭാവമാണ് നാരായണൻ സാറിനെ പോലെ ഒരാളെ ഇത് സംസ്കൃതത്തിലാക്കാൻ പ്രേരിപ്പിച്ചതെന്ന് ഞാൻ കരുതുന്നു. ഇത് നേരത്തെ റിജി അച്ഛൻ സൂചിപ്പിച്ചു, ഈ സംസ്കൃതവും ഇംഗ്ലീഷും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ. അതിൻ്റെ ഒരു വലിയ പാരമ്പര്യമുണ്ട്. പക്ഷെ അത് കൂടുതലും സംസ്കൃത കൃതികൾ ഇംഗ്ലീഷിലേക്ക് ആക്കുന്ന ഒരു ഇതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഓറിയൻ്റലിസ്റ്റുകളൊക്കെ വന്ന്, വില്യം ജോൺസനെ പോലുള്ളവർ വന്ന്, ചാൾസ് വിൽക്കിൻസിൻ്റെ പ്രസിദ്ധമായ ഗീതാ തർജ്ജിമ, അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വാതിൽ തുറന്നു കൊടുത്തത് ഈ പാശ്ചാത്യ ചിന്തകർക്കും എഴുത്തുകാർക്കും ഒക്കെ. ഇവിടെ ഇങ്ങനെ മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്, ചിന്തയുടെ, എഴുത്തിൻ്റെ, സർഗാത്മകതയുടെ, ദർശനത്തിൻ്റെ പാരമ്പര്യമുണ്ട് എന്ന് ആ ഒരു വാതിൽ തുറന്നു കൊടുത്തത്. മഹാത്മാഗാന്ധി പോലും ഭഗവത്ഗീത ആദ്യം വായിക്കുന്നത് ചാൾസ് വിൽക്കിൻസിൻ്റെ ഇംഗ്ലീഷ് തർജ്ജിമയിലാണ്. പിന്നീടാണ് ഇത് ഗുജറാത്തിയിലും ഹിന്ദിയിലും ഒക്കെ വരുന്നത്. അപ്പോൾ പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഈ തിരിച്ചിങ്ങോട്ട് ഇംഗ്ലീഷിൽ നിന്ന് സംസ്കൃതത്തിലോട്ടുള്ള തർജ്ജമകൾ പൊതുവെ കുറവാണെന്നാണ് എൻ്റെ ഒരു ധാരണ. സംസ്കൃതം അത്ര വഴക്കമുള്ള ഭാഷയല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊരു ക്ലാസിക്കൽ ലാംഗ്വേജാണ്. പക്ഷെ സത്യത്തിൽ സംസ്കൃതത്തിന് ഭയങ്കര സാധ്യതയുള്ള ഭാഷയുമാണ്. എന്തൊക്കെയോ കാരണത്താൽ, ചരിത്രപരമായ കാരണത്താൽ സംസ്കൃതത്തിൻ്റെ ഒരു സാധ്യതകൾ ശരിക്കും ആരാഞ്ഞിട്ടില്ല. സംസ്കൃതത്തെക്കുറിച്ച് ജ്ഞാനികൾ പറയുന്നത് ഈ ഏത് പുതിയ വിജ്ഞാനം പോലും സംസ്കൃതത്തിൽ ആക്കാൻ പറ്റും, അല്ലെങ്കിൽ സംവദിക്കാൻ പറ്റുമെന്നാണ്. പക്ഷേ ചരിത്രപരമായ കാരണങ്ങളാൽ അത് ഒരു ആത്മീയതയുടെയും അല്ലെങ്കിൽ മതദർശനങ്ങളുടെയും ഒക്കെ മാത്രം ഭാഷയായിട്ടാണ് കൂടുതലും നിലനിന്നിരുന്നത്. ഇത്തരം വ്യത്യസ്തമായ കൃതികൾ സംസ്കൃതത്തിൽ വരുമ്പോഴാണ് ആ ഭാഷയുടെ ഒരു സാധ്യതയെ നമ്മൾ ശരിക്കും അന്വേഷിക്കുന്ന ആ ഒരു അനുഭവം ഉണ്ടാകുന്നത്. അത്തരത്തിലൊരു ഒരു ശ്രമമാണ് നാരായണൻ സാർ നടത്തിയത്. സാർ ഇത് ഭയങ്കര ഇൻവോൾവായിട്ട്, വളരെ ആത്മാർത്ഥതയോടെ, തീക്ഷ്ണമായിട്ടാണ് ഈ തർജ്ജമ നടത്തിയത്. അത് സാറിൻ്റെ കൂടെ ഇരുന്ന് കുറേ മണിക്കൂറുകൾ ചെലവഴിച്ച എനിക്ക് നല്ല ബോധ്യമുണ്ട് ഓരോ വാക്കിലും ഇത് എങ്ങനെയാണ്. പിന്നെ ഇത് സംസ്കൃത വൃത്തത്തിലാണ്. അതിൻ്റെ സംസ്കൃതത്തിൻ്റെ വ്യാകരണത്തിൻ്റെയും സംസ്കൃത പദചേരുവകളുടെ രീതികളിലുമൊക്കെ ചേർത്ത് ഇത് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല, ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ്. ഞാൻ സംസ്കൃതം അറിയാവുന്ന ഒരാളല്ല. നാരായണൻ സാർ ആമുഖത്തിൽ എന്നെക്കുറിച്ച് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് സാറിന് എന്നോടുള്ളൊരു സ്നേഹം കൊണ്ടാണെന്ന് മാത്രം ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ഒരു തർജ്ജമയുടെ ഒരു മൂല്യത്തെക്കുറിച്ച് പറയാൻ ഞാനല്ല, അതിന് ഏറ്റവും യോഗ്യനായ ആളാണ് നമുക്ക് മുഖ്യാതിഥിയായി കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം പറയും. പക്ഷേ ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ പറയാം. ഇത് കുറച്ച് പേജുകളേ ഉള്ളൂ, 70 വരികൾ. ഇതൊരു ത്രിഭാഷാ ഗ്രന്ഥമാണ്. സംസ്കൃതത്തിൽ സാധാരണ മൂലം ആദ്യം കൊടുത്തിട്ട് പുറകെ തർജ്ജമ കൊടുക്കുകയാണ്. പക്ഷേ നാരായണൻ സാറ് സംസ്കൃത വരികളാണ് ആദ്യം, ദേവനാഗരിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സംസ്കൃത വരികൾ, അതിൻ്റെ താഴെയായിട്ട് അതിൻ്റെ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം, പിന്നെ ഏറ്റവും താഴെയായി ഇംഗ്ലീഷിലെ ഷെല്ലിയുടെ വരികൾ ഇംഗ്ലീഷിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഗംഭീരമായ ഒരു തർജ്ജമ, മനോഹരമായ പുസ്തകം. ഇത് ഇത്ര മനോഹരമായി ഇറക്കിയ ബുക്കോരം, അതിൻ്റെ ഭാരവാഹിയും ഇവിടെയുണ്ട്, എബിൻ. അപ്പോൾ വളരെ സന്തോഷപൂർവ്വം ഈ പുസ്തകം നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി. SP കോളേജിലാണ് വരുന്നത്. ഇതിനു മുമ്പ് പല മീറ്റിങ്ങുകളിലും വന്നിട്ടുണ്ട്.
അത് പലതും പുസ്തക പ്രകാശനവും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനൊക്കെ ഒരു നിമിത്തം അടുത്ത കാലത്ത് നാരായണൻ സാർ തന്നെയാണ്. അതിന് മുമ്പ് പൂർവ്വ അധ്യാപകരുടെ ഒരു വലിയ തലമുറയുള്ളപ്പോൾ ഒത്തിരി പ്രാവശ്യം ഈ കോളേജിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴും ആ ബന്ധം അറ്റുപോകാതെ സൂക്ഷിക്കുന്നത് നാരായണൻ സാറിൻ്റെ ആ ഒരു സൗഹൃദം കൊണ്ട് മാത്രമാണ്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായൊരു കോളേജിലെ ഒരു അധ്യാപകനായ നാരായണൻ സാറിൻ്റെ ഈ മഹനീയമായ പുസ്തകത്തിൻ്റെ ഈ പ്രകാശന ചടങ്ങിലെത്തുക. ഈ പുസ്തകം പ്രകാശനം ചെയ്യാനുള്ള യോഗ്യതയൊന്നും ഉണ്ടായിട്ടല്ല, ഒരു അധ്യാപകനാണ്, സംസ്കൃത അധ്യാപകനാണ്. ഇത് മാത്രമാണ് എൻ്റെ ഒരു യോഗ്യത. പക്ഷേ എത്താൻ പ്രധാനപ്പെട്ട കാരണം നാരായണൻ സാറിനുള്ള സൗഹൃദ ബന്ധം കൊണ്ട് മാത്രമാണ്. സാർ എന്തിനു വിളിച്ചാലും കഴിയുമെങ്കിൽ അവിടെ ഓടിയെത്തുക എന്നുള്ളത് വലിയ ഒരു കടമയാണ്. അതുകൊണ്ട് ഞാൻ ഓടിയെത്തുന്നതാണ്. എങ്കിലും ഈ തരുണത്തിൽ ഇങ്ങനെ അതിമഹത്തായ ഒരു ലഘു കാവ്യം പ്രകാശനം ചെയ്യാൻ കിട്ടിയ അവസരത്തെ ഞാൻ ജീവിതത്തിൽ ഒരു മംഗള മുഹൂർത്തമായി തന്നെ കാണുകയാണ്. ഈ പശ്ചിമ മാരുത മംഗള ഗീതിയുടെ പ്രകാശനം അത് ഈ സഹൃദയരായ എല്ലാ സാഹിത്യ കുതുകികൾക്കും അക്കാഡമിക്കായിട്ടും നോൺ അക്കാഡമിക്കായിട്ടുമുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും മുമ്പിൽ ഇതെത്തട്ടെ എന്ന് ഇതിനെ സുദീർഘമായ യശസ് ആശംസിച്ചുകൊണ്ട് 2 വാക്ക് മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം പുസ്തകത്തെക്കുറിച്ച് സാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു. ഇനിയും അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് ഒരു അധ്യാപകൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം പഠിപ്പിക്കൽ മാത്രം അല്ല എന്ന് ഭാരതീയ എത്രയോ കാലം മുമ്പ് മുതൽ അറിഞ്ഞ് ആചരിച്ചു വരുന്നതാണ്. നൈഷധത്തിൽ ശ്രീഹർഷൻ പറയും, അധീതി, ബോധം, ആചരണം, പ്രചരണം. ഈ 4 യോഗ്യതകൾ ഒരു അധ്യാപകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളാണ്. ഒന്ന് അധീതി, അധ്യയനം ചെയ്യൽ. ഗ്രന്ഥങ്ങൾ ധാരാളം വായിക്കുക, ധാരാളം പ്രഭാഷണങ്ങൾ കേൾക്കുക, അനേക പൂർവ്വ അധ്യാപകരുടെ വാക്കുകൾ കേട്ട് അതിനോട് ആദരവ് ബഹുമാനമുണ്ടാവുക. ഇതൊക്കെ അധ്യയനം ചെയ്യലാണ് അധീതി. അത് അധ്യയനം ചെയ്യുന്നതെല്ലാം ഉൾക്കൊള്ളണം എന്നില്ല. അതിൽ കുറേയൊക്കെ വിട്ടുകളയും. കുറേ ഭാഗം മാത്രമേ നമ്മൾ സ്വീകരിക്കാറുള്ളൂ. ഒരു പുസ്തകം വായിച്ചാൽ അതിൻ്റെ അകത്തെ ആദ്യന്തമുള്ള ആശയങ്ങളോ വരിയോ സ്വീകരിക്കില്ല. കുറേയൊക്കെ വിട്ടുകളയും. നമ്മളുമായി ചേരുന്ന കുറേ ഭാഗങ്ങൾ മാത്രം നമ്മൾ സ്വീകരിക്കും. അതുകൊണ്ട് 2ാമത്തെ ഘട്ടത്തിന് പേര് ബോധ്യമാക്കുക എന്നാണ്. ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ എൻ്റെ ബോധതലവുമായി ചിന്തിച്ച് അതിന് ഞാൻ ബോധ്യപ്പെട്ട് എൻ്റേതാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ മാത്രമേ ഈ ഗ്രന്ഥത്തെ ഞാൻ ഉൾക്കൊണ്ടു എന്ന് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ വായിച്ചു വിട്ടു, എത്ര പുസ്തകം വായിച്ചു വിടാറുണ്ട്. ആ പുസ്തകമായിട്ടൊന്നും എനിക്ക് വലിയ കടമ ഉണ്ടാവാറില്ല. അതുണ്ടാകുന്നത് അത് ബോധ്യമാകുമ്പോഴാണ്. അപ്പം പഠിച്ചാൽ മാത്രം പോരാ, പഠിക്കുന്നത് ബോധ്യമാവണം. ഞാൻ പഠിച്ചത് ശരിയാണ്, ഞാൻ പഠിച്ചത് ഉറപ്പാണ്, ഇത് നന്നായിരിക്കുന്നു എന്ന് പഠിച്ച വിഷയത്തിനോട്, ആശയത്തിനോട് ഒരു ഉറപ്പ്, ഒരു ബോധ്യം, ഒരു ആദരവ്, ഒരു ബഹുമാനം. ഇത് അധ്യാപകൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ്, ബോധ്യമാക്കൽ. 3ാമത്തേത് ബോധ്യമാക്കിയാൽ പോരാ, ബോധ്യമാക്കിയത് ആചരിച്ചു കാണിക്കണം. അത് ജീവിതത്തിൽ പകർത്തി ആചരിച്ച് കാണിക്കണം. ഈ ആചരണത്തെയാണ് വിദ്യാർത്ഥികൾക്ക് അനുകരിക്കാനുള്ളത്. ഒരധ്യാപകൻ എന്തൊക്കെയാണോ പഠിച്ചത് ആ പഠിപ്പിൻ്റെ ബോധ്യതകളെ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ അനുഷ്ഠിച്ച് കാണിക്കുമ്പോൾ അതിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അനുവർത്തിക്കാനുള്ളത്, അതിനെയാണ് സ്വീകരിക്കാനുള്ളത്. അതുകൊണ്ടാണ് 3ാമത്തെ ഘട്ടം ആചരണമാണ്. 4ാമത്തെ ഘട്ടം പ്രചരണമാണ്. ഇനിയും ഇത് പ്രചരിപ്പിക്കണം. അധീതിയിലൂടെ ബോധ്യമാക്കി പ്രചരിപ്പിച്ച അറിവ്, വിദ്യ അത് പ്രചരിപ്പിക്കണം. ഈ പ്രചരണം എന്നുള്ളത് 4ാമത്തെ ഘട്ടം ആണ് എന്ന് മാത്രമല്ല, പ്രധാനപ്പെട്ട ഘട്ടമാണ്. ഇത് 3ഉം കഴിഞ്ഞിട്ടേ പ്രചരിപ്പിക്കാവൂ. ഇന്ന് അധീതിയിൽ നേരിട്ട് പ്രചരണത്തിലേക്കാണ്. ബോധ്യവുമില്ല, ആചരണവും ഇല്ല. അത് വിദ്യയുടെ ഒരു വലിയ പോരായ്മയാണ്, കോട്ടമാണ്. പക്ഷെങ്കിൽ നാരായൺ സാറിൽ ഇത് 4ഉം ഒരുപോലെ കണ്ടറിയാൻ പറ്റും. ഇത് ഞാൻ എന്നും കണ്ടറിഞ്ഞ് ആസ്വദിക്കുന്ന ഒരു സുഹൃത്താണ് വാസ്തവത്തിൽ സാറിൻ്റെ.
എത്രയോ കാലമായിട്ട് ഫറിനെ അറിയാം. പഠിച്ചത് ഫറ് കറകളയാതെ ഒരു അല്പം പോലും മുമ്പ് പറഞ്ഞ കർക്കശമായി പഠിച്ച ആളാണ്. അതിനൊരു വീഴ്ചയും വരുത്തില്ല. ആ പഠിച്ചത് ബോധ്യമാക്കുകയും ചെയ്യും, അത് ഉറപ്പാണ്. പഠിച്ചത് ചിന്തിച്ച് ആലോചിച്ച് തൻ്റെ ചിന്താപദ്ധതിയുമായി ഇണക്കിച്ചേർത്ത് ബോധ്യപ്പെടുത്തും. ആ ബോധ്യപ്പെടുത്തത് ആചരിച്ച് കാണിക്കും. അതാണ് മധുരതരമാണ് എന്ന് ഫാറിനെ കുറിച്ച് മുമ്പ് പറഞ്ഞു. ഈ മാധുര്യം ഫാറിൽ നമുക്ക് എന്ത് ചെയ്യാം? നേരിട്ട് അനുഭവിച്ചറിയാം. ഇനി പ്രചരിപ്പിക്കൽ. ആ പ്രചരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ഗ്രന്ഥം. എങ്ങനെയൊക്കെയാണ് പ്രചരിപ്പിക്കേണ്ടത് എന്ന്. വെറും പഠിപ്പിക്കൽ മാത്രമല്ല, പറഞ്ഞു കൊടുക്കൽ മാത്രമല്ല, ഇങ്ങനെയുള്ള അനേക ഗ്രന്ഥരചനകൾ. ഒരുപക്ഷെ അധ്യാപനം എന്നുള്ളത് എവിടെയെങ്കിലും കുറച്ച് പുസ്തകങ്ങൾ വായിച്ചാൽ റെഫർ ചെയ്തു, അത് നോക്കി എടുത്തു, അത് എന്താണ് അതേപോലെ വിദ്യാർത്ഥികൾ നോട്ടായിട്ട് പറഞ്ഞു കൊടുത്തു, കഴിഞ്ഞു, തീർന്നു, ഇനിയൊന്നുമില്ല എന്ന് വിചാരിക്കൽ അല്ല എന്ന് വിചാരിക്കുന്ന ശ്രേഷ്ഠനായ ഒരു അധ്യാപകൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിലാണ് എനിക്ക് ആദരവും ബഹുമതിയും നാരായൺ ഫാറിനോട് തോന്നുന്നത്. അങ്ങനെ പ്രചരിപ്പിക്കുന്നത് എങ്ങനെയാണ്? താൻ പഠിച്ചത് ഇനിയും വരുന്ന തലമുറകൾക്ക് ഇത് നിലനിൽക്കണം. ഇപ്പം 1-2 ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ പോകും. പക്ഷേ ഈ ഗ്രന്ഥം നശിക്കില്ല. തേഷാം അഫന്നിധാനേവേ ന സ്വയം പശ്യ നശ്യതി എന്ന് ആചാര്യദണ്ഡി പറയും. ഇവരാരും ഇന്നില്ലെങ്കിലും ഈ കൃതികൾ നശിക്കില്ല. അതുകൊണ്ടാണ് ഷെല്ലിയുടെയോ കീറ്റ്സിൻ്റെയോ കാളിദാസൻ്റെയോ കൃതികൾ അവരാരും ഇല്ലെങ്കിലും നശിക്കില്ല. നശിക്കാത്തത് എന്താണ്? വാക്കാകുന്ന അവരുടെ ജീവൻ, അവരുടെ ജീവിതം, ശരീരം ഇന്നും ഇവിടെ നിലനിൽക്കുന്നു. അപ്പം ഒരു പുസ്തകരചന ചെയ്യുന്നില്ല എങ്കിൽ ഒരു അധ്യാപകൻ്റെ നിലനിൽപ്പ് ഒന്നുമില്ല, ശുദ്ധശൂന്യമാണ്. അതുകൊണ്ടാണ് ഈ പ്രചരണഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു പടവാണ് ഏതെങ്കിലും തരത്തിൽ ഗ്രന്ഥരചനയിൽ ഏർപ്പെടുക. ആ ഗ്രന്ഥം നിലനിൽക്കും. നമ്മളൊക്കെ മരിച്ചാലും ഇല്ലാതായാലും തലമുറകളോളം ഗ്രന്ഥം നിലനിൽക്കും. അന്ന് ഇതിനെക്കുറിച്ച് ഓർക്കും, അത് വായിക്കുകയും ചെയ്യും, അറിയുകയും ചെയ്യും. അപ്പം അങ്ങനെ എപ്പോഴും സാർവജനീയമായി സാർവകാലികമായി നിലനിൽക്കുന്ന ഏറ്റവും പ്രസിദ്ധമായൊരു കർമ്മമാണ് ഗ്രന്ഥരചന. ഇത് പക്ഷേ എല്ലാവർക്കും പറ്റില്ല എന്ന് നമ്മൾ പറയും. പക്ഷേ കവിതയാണ് പറ്റാത്തത്. ഗദ്യം എഴുതാൻ ആർക്കും പറ്റും. കവിത ചിലപ്പോൾ ആ കവിതയുടെ വാസന വേണം എന്ന് മാത്രമേ ഉള്ളൂ. അതില്ലെങ്കിലും എന്ത് ചെയ്യാം? എഴുതണം. അതൊരു അധ്യാപകൻ്റെ പ്രധാനപ്പെട്ട ഒരു കടമയാണ്. 4ാമത്തെ പ്രചരണം എന്ന ഘട്ടം ഒഴിവാക്കാൻ പറ്റില്ല എന്ന് നാരായൺ ഫാർ നമുക്കൊരു മോഡലായി ഇവിടെയുള്ള അധ്യാപകർക്കും ഇനി വരാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും ഒരു പാഠമായി തീരട്ടെ അദ്ദേഹത്തിൻ്റെ ഈ മഹനീയമായ യത്നം എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. പിന്നെ ഇങ്ങനെയുള്ള ഒരു വാസ്തവത്തിന് മുമ്പ് ഇത് വിവർത്തന ഗ്രന്ഥമാണെന്ന് പറഞ്ഞെങ്കിലും അങ്ങനെ എനിക്ക് തോന്നിയില്ല പലപ്പോഴും. ഇതൊരു സ്വതന്ത്ര കൃതിയാണ്. വിവർത്തനം ചെയ്തത് ആശയത്തെ കണ്ടറിഞ്ഞിട്ട് തൻ്റെ ആശയവുമായി അതിനെ ബന്ധിപ്പിച്ചു കൊണ്ടുപോയി മാത്രമേ ഉള്ളൂ. അല്ല പദാനുപദമായ തർജ്ജമയിലേക്കല്ല ഫാർ പുറപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, ബോധ്യമാക്കിയിട്ടുണ്ട്, അത് ആചരിച്ച് കാണിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് ഏത് കൃതി വായിച്ചാലും, ഏത് സാഹിത്യത്തിലെ ഏത് ഭാഷയിലെ ഏത് കൃതി വായിച്ചാലും തൻ്റെ ഉള്ളിലുള്ള വിഷയവുമായിട്ട് അതിനെ ബന്ധപ്പെടാൻ പറ്റും. ഇവിടെ ഇപ്പം വായു ആണ് ഈ കാവ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ബിംബം. ഈ കാവ്യം, വായു എന്ന ബിംബം ഋഗ്വേദ കാലഘട്ടം മുതൽ ഋഷികവികൾ ആവിഷ്കരിച്ച പ്രധാനപ്പെട്ട ബിംബമാണ്. 5 ബിംബങ്ങളാണ് ഋഗ്വേദത്തിലുള്ളത്. 1 അഗ്നി, ജലം, വായു, ആകാശം, പൃഥ്വി. ഈ 5 പഞ്ചഭൂതങ്ങൾ എന്ന് പറയും. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെല്ലാം നിലനിൽക്കുന്നതാണ്. വെള്ളം വേണ്ടാത്തവർ ലോകത്ത് ആരുമില്ല, അഗ്നി വേണ്ടാത്തവരാരുമില്ല, വായു വേണ്ടാത്തവരാരുമില്ല, പൃഥ്വി, മണ്ണ്, ഭൂമി വേണ്ടാത്തവരാരുമില്ല. അപ്പോൾ ഇത് വാസ്തവത്തിൽ അന്ന് എഴുതിയ ആ കാവ്യങ്ങൾ, ഋഗ്വേദത്തിൽ സൂചിപ്പിച്ച ആ സൂക്തങ്ങൾ എക്കാലവും നിലനിൽക്കുന്നതും പാശ്ചാത്യ പൗരസ്ത്യ ഭേദമില്ലാത്തതുമാണ്. എല്ലായിടത്തുമാണ് ഇത്. ഒരു ദിക്കിൽ മാത്രമല്ല, ലോകമെമ്പാടും നിലനിൽക്കേണ്ടതാണ് ഇത് എന്നറിഞ്ഞിട്ട് അവർ സ്വീകരിച്ച ആ ബിംബങ്ങളാണ് പാശ്ചാത്യ കവികളും പൗരസ്ത്യ കവികളും ഒരുപോലെ തങ്ങളുടെ കാവ്യങ്ങൾക്ക് ബിംബീഭവിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ വായു എന്നുള്ള ഒരു പ്രതിബിംബത്തെ ആധാരമാക്കിക്കൊണ്ടാണ് ഷെല്ലി കാവ്യം എഴുതുന്നത്. അതിനെ തന്നെയാണ് നാരായൺ ഫാറും നമ്മുടെ
ഭാരതത്തിൻ്റെ ആധ്യാത്മിക സമ്പത്തും ഭൗതിക സമ്പത്തും നിറഞ്ഞു തുളുമ്പുന്ന ഈ വായു എന്നുള്ള ശക്തി, അതായത് ഋഗ്വേദത്തിൽ വായുവിനെ കുറിച്ച് പറയും എന്താണ്, ഉദഗ്രമായ ശക്തിയുള്ളത് വായുവാണ്, വെള്ളത്തെക്കാളും അഗ്നിയെക്കാളും. അത്ര വലിയ പൗരശക്തിക്കുണ്ട്. ഒരു ചെറിയ മന്ദമാരുതൻ മുതൽ സമീരനിലൂടെ കടന്ന് അതിഭയങ്കരമായ പ്രചണ്ഡവാദമായി തീരുന്ന ആ വായുവിനെക്കുറിച്ചുള്ള ഒരു സങ്കല്പം, അതിനെ ഒരു രൂപമാക്കി മാറ്റിയിട്ടാണ് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കൂട്ടുകാരനാണ്, സുഹൃത്താണ്, സഖാവാണ്. ഇത് മാത്രമല്ല, നമ്മുടെ ഏറ്റവും വലിയ പ്രാണവായുവാണ് എന്ന് മാത്രമല്ല, ശത്രുവാണ്, നിഗ്രഹിക്കാൻ പറ്റുന്ന യമനാണ്. ഈ വക എല്ലാം ആരിലുണ്ട്? വായുവിലുണ്ട്. ഇതെല്ലാം ഒരുപോലെ കണ്ടറിഞ്ഞിട്ട് അതിൽ വേണ്ടതിനെ സ്വീകരിച്ച് അത് ജീവിതവുമായി അനുസന്ധാനം ചെയ്യാൻ പറ്റുന്ന, അതാണ് സാർ മുമ്പ് പറഞ്ഞത്, അതുവരെയുള്ള നിയമവ്യവസ്ഥകളെ തകർക്കുക എന്ന് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ നമ്മൾക്ക് അനുകൂലമല്ലാതെ തോന്നിക്കുന്ന പല ഘടകങ്ങളെയും തൻ്റെ ഭയങ്കരമായ കൊടുങ്കാറ്റ് കൊണ്ട് തല്ലി തകർത്ത് ഇല്ലാതാക്കുന്നവനാണ് വായു. അങ്ങനെയാണ് അതിന് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്താണ്, അനാവശ്യമായി ഇവിടെ കാണുന്ന അനേക വിഷയങ്ങളെ മുഴുവനും തല്ലി തകർത്തിട്ട് ശാന്തമായ ഒരിളം കാറ്റിലൂടെ മനുഷ്യഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന മഹനീയമായ ഒരു ഭാവത്തെ ആവിഷ്കരിക്കാനാണ് സാർ വാസ്തവത്തിൽ ഈ ഒരു എഴുത്ത്. പക്ഷെ എന്നെ സംബന്ധിച്ച് സംസ്കൃതത്തിൽ എഴുതി എന്നുള്ളത് സാറിൻ്റെ ഒരു വലിയ വൈഭവമാണ്. മുമ്പ് പറഞ്ഞ പോലെ ഈ സാറിൻ്റെ കവിത ഞാൻ എപ്പോഴും വായിച്ചിട്ടുണ്ട്. ഇതിനും എഴുതിയ ബാഹുഹൃദയവും ഓർക്കേണ്ട ഇവിടെയൊക്കെ കാണുന്ന ഒരു വലിയ മഹത്തായ ഒരു വലിയ കാവ്യത്തിൻ്റെ സൗന്ദര്യം. സാർ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ നിശ്ചിതമായി തൂക്കി അളന്ന് തിട്ടപ്പെടുന്ന വാക്കുകൾ ഉപയോഗിക്കത്തുള്ളൂ. അത് സാറിനെ പോലെ ഉള്ള ഒരു കവിയുടെ ഏറ്റവും വലിയ മഹാത്മ്യമാണ്. കാരണം പഠിച്ചറിഞ്ഞ ശാസ്ത്രം വെച്ചുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു വാക്ക് ഉപയോഗിക്കുള്ളൂ. കേട്ടറിഞ്ഞൊരു വാക്ക് അതുപോലെ ഇതിനകത്ത് ചേർക്കില്ല. ആ കേട്ടറിഞ്ഞ വാക്ക് ശാസ്ത്രത്തെ നിരക്കുന്നതാണോ നോക്കും. ശാസ്ത്രത്തിന് സ്വീകാര്യമാണെങ്കിൽ അതെടുക്കും, അല്ലെങ്കിൽ അത് കളയും. സാധാരണ ഒരു 10 കവിത വായിച്ചാൽ 11ാമത് കവിത എഴുതാൻ ഒരു വിഷമമില്ല. അതിൻ്റെ അകത്ത് പല വാക്കുകൾ എടുത്തിട്ട് കവിത എഴുതാം. സാർ അങ്ങനെ ചെയ്യില്ല. അങ്ങനെയല്ല, അതൊരു കവിതയുടെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് പലപ്പോഴും സാറിൻ്റെ കവിത വായിക്കുമ്പോൾ ഒരു നാളികേര പാകം എന്ന് തോന്നാറുണ്ട്. എന്നുവെച്ചാൽ അതിൻ്റെ തൊണ്ട് കളഞ്ഞ് ചിരട്ട തല്ലിപ്പൊട്ടിച്ച് അകത്ത് കിടന്നെങ്കിലേ രസം ആസ്വദിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഉള്ളതിന് ദ്രാക്ഷാപാകം എന്ന് പറയും. മുന്തിരിങ്ങ പോലെയാണ്. അതിൻ്റെ തൊലിയെടുക്കാൻ വളരെ എളുപ്പമാണ്. എളുപ്പം മുന്തിരിങ്ങ കഴിക്കാം. പക്ഷേ കരിക്കിൻ്റെ വെള്ളം എടുത്ത് കുടിക്കണമെങ്കിൽ ഇത്തിരി പാടാണ്. ഇതുപോലെയാണ് അതിന് നാളികേര പാകം എന്ന് പറയും. സാറിൻ്റെ കവിത ഞാൻ പലപ്പോഴും കാണുന്നത് നാളികേര പാകത്തിലാണ്. പെട്ടെന്ന് നമുക്ക് അതിലൂടെ കടന്നു പോകാൻ പറ്റത്തില്ല. ദൂരെ നോക്കുമ്പോൾ അയ്യോ ഇതൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് തോന്നും. പക്ഷേ ഗ്രന്ഥിരിഹ ക്വചിതവിന്യാസി പ്രയത്നൻ മയ എന്ന് സാർ പ്രഖ്യാപിക്കുകയാണ്. ഞാൻ ഈ ഗ്രന്ഥത്തിന് കെട്ടുകൾ ഇട്ടിരുന്നു. എന്താ കെട്ടുകൾ? സമാസാദയസ്തു, സമാസങ്ങളാണ്. സമസ്ത പദങ്ങൾ കോർത്തിണക്കി കൊണ്ടുപോവുക. എന്നിട്ട് എന്ത് ചെയ്യണം? ശ്രദ്ധയോടെ സൂക്ഷിച്ചിരുന്ന് ഓരോ പദവും കെട്ടഴിച്ച് പഠിക്കുമ്പോഴാണ് അതിൻ്റെ ആസ്വദ്യത നമുക്ക് ശരിക്കും മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് യഥാസ്മൈ രോചതേ വിശ്വം. ആ കവിക്ക് എപ്രകാരമാണോ ഒരു വാക്ക് പ്രയോഗിക്കാനുള്ള രുചി ഉണ്ടാകുന്നത്, അതനുസരിച്ച് പദങ്ങളെ പ്രയോഗിക്കാൻ കവിക്ക് കഴിയും. അത് കവിയുടെ ഏറ്റവും വലിയൊരു മഹാത്മ്യമാണ്. ഇതൊക്കെ ശരിക്കും വായിച്ചു പഠിക്കുമ്പോഴാണ് നാരായൺ സാറിൻ്റെ ഈ കവിത, ഈ പശ്ചിമ മാരുത മംഗളഗീതിയിലെ ഓരോ വരികളും ഞാൻ ഏതാണ്ട് നിഷ്കൃഷ്ടമായിട്ട് തന്നെ വായിച്ചു. കാരണം സംസ്കൃതത്തിനുള്ള ഒരു താല്പര്യം കൊണ്ടാണ് അതിലേക്ക് കടന്ന് അത് വായിക്കാൻ കാരണമായത്. അപ്പോൾ കണ്ട അനേകം വിഷയങ്ങളെ എനിക്ക് വളരെയധികം ഹൃദ്യമായി തന്നെ തോന്നി. ഒന്ന് എന്താണ്, ഹേമന്തം എന്നുള്ള വാക്കിനെ ഹൈമനമാക്കി തീർക്കാൻ സാറ് വ്യാകരണ സൂത്രങ്ങൾ കണ്ടെത്തി കോട്ട് ചെയ്ത് എന്തുകൊണ്ട് ഇങ്ങനെ പ്രയോഗിച്ചു എന്ന്. വാസ്തവത്തിൽ എന്താണ്, ഇങ്ങനെ അല്ലോ പ്രയോഗം, ഇങ്ങനെ ഒരു പ്രയോഗവും കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ ഇതാ കണ്ടോളൂ, ഞാൻ ഹേമന്തത്തെ ഹൈമനം എന്നാക്കാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള എത്ര പ്രയോഗം ഉണ്ട് അതിൻ്റെ അകത്ത്. അത് കാണുമ്പോഴാണ് ഞാൻ പറഞ്ഞ സാറിൻ്റെ ശാസ്ത്ര കൗതുകത്തിൽ നിന്നും അണുവിടെ പോലും വ്യതിചലിക്കാതെ അതിന് ചേരുന്ന മട്ടിൽ അയാൾക്ക് ഇഷ്ടം പോലെ ഒരു അപാരേ കാവ്യസംസാരേ കവിരേക പ്രജാപതി. അപാരമായ കാവ്യസംസാരത്തിൽ കവി പ്രജാപതിയാണ്, സൃഷ്ടികർത്താവാണ്. വാക്കുകൾ ഉണ്ടാക്കുന്ന കവിയാണ്. എന്തുകൊണ്ടിങ്ങനെ ഉണ്ടാക്കിയെന്ന് കവിയോട് ചോദിക്കരുത്.
ഇത് സാർ എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് സാറിന് ചോദിക്കുന്നത്. കാരണം എന്താണ്, അത് കവിയുടെ ധർമ്മമാണ്. അത് അനുഷ്ഠിച്ചുകൊണ്ട് തന്നെയാണ് സാറ് ഓരോ ശ്ലോകവും വിവർത്തനം ചെയ്യുകയല്ല, സ്വതന്ത്ര പരിഭാഷയിൽ സാറിൻ്റെ സ്വന്തം ഇച്ഛയ്ക്ക് അനുസരണമായി ഷെല്ലിയുടെ ആശയത്തെ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് അത് നമ്മുടെ ഭാരതീയ സംസ്കൃതിക്ക് അനുകൂലമായ മട്ടിൽ അതിനെ വ്യാഖ്യാനിച്ച് മനോഹരമായ ഒരു കാവ്യമാക്കി മാറ്റുമ്പോൾ അതിനുണ്ടാകുന്ന എന്തെന്ത് വ്യതിയാനങ്ങൾ, വ്യത്യസ്തതകൾ, ഒരു പക്ഷേ സാർ അനുഭവിച്ച ആ ഒരു ഹൃദയവേദനകൾ നമുക്ക് ഇതിൽ കൂടി വായിച്ചറിയാം. കാരണം അതിന് പകരം ഒരു വാക്ക് ഇവിടുന്ന് കിട്ടില്ല പലപ്പോഴും. ഇപ്പോൾ ഓട് എന്നൊരു വാക്കിനെ എങ്ങനെയൊക്കെ സംസ്കൃതീകരിക്കാൻ നോക്കിയാലും ഇത്തിരി പാടാ. കാരണം അതിന് സമാനമായൊരു വാക്ക് കിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് ചെയ്യും? ഇതുപോലെ ഈ തർജ്ജമ ചെയ്തു പോകുമ്പോൾ അല്ലെങ്കിൽ ഭാഷാന്തരീകരണം ചെയ്തു അതൊക്കെ ഇങ്ങ് വിടും. അത് വിട്ടിട്ട് ആ ആശയത്തെ എന്താണോ സൂചിപ്പിക്കുന്നത് അതിനെ മാത്രം ഇദ്ദേഹം എന്ത് ചെയ്യും, സ്വന്തം ഭാഷയിലാക്കി മാറ്റി. ഇതാണ് ഏറ്റവും വലിയ ഒരു മഹത്വം. അതുപോലെ എന്താണ് ഈ ലിംഗിൻ്റെ ഒരു പ്രയോഗത്തെ സാറ് അത് വാസ്തവത്തിൽ സംസ്കൃത സാഹിത്യത്തിൽ അല്ലെങ്കിൽ ഭാഷയിൽ അങ്ങനെ പ്രയോഗിക്കാറില്ല. ലിംഗ് വിധി, നിമന്ത്രണ, ആമന്ത്രണ, അധീഷ്ട, സംപ്രശ്ന, പ്രാർത്ഥനകൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ മാറ്റിയിട്ട് സാറിൻ്റെ സ്വതന്ത്രമായൊരു മട്ടിലേക്ക് ആ ലിംഗിൻ്റെ പ്രയോഗത്തെ ഒരു സംഭാവനയുടെ അർത്ഥത്തിൽ, സംഭാവനായാം ആ അർത്ഥത്തിൽ ലിംഗിൻ്റെ പ്രയോഗത്തിലുണ്ട്. ഇതൊക്കെയാണ് എന്നെ അതിൻ്റെ അകത്ത് ഏറ്റവും അധികം ത്രസിപ്പിച്ചത്. ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റും എന്ന് അപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ കുറേ പ്രയോഗമുണ്ട്, അതിനെക്കുറിച്ച് വിസ്തരിച്ച് പറയുന്നില്ല. അങ്ങ് ഒന്ന് രണ്ടാം ഉദാഹരണം എടുത്ത് കാണിച്ചെന്നുള്ളൂ, സ്ഥാലി വിഴാകന്യായം പോലെ. അതേപോലെ എന്താണ് സമസ്ത പദങ്ങളെ ഒന്നിച്ച് കൂട്ടിച്ചേർക്കാൻ പറ്റുക. അവിടെ തദീയ താമിഫ്ര ഫതീത ശൈത്യം അവളുടെ കിടക്കയെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ 3-4 പദങ്ങളെ ഒന്നിച്ച് കൂട്ടിച്ചേർത്ത് ഒരൊറ്റ വാക്കാക്കി രംഗത്ത് കൊണ്ടുവന്ന ഒരു വാക്കിനെ എനിക്ക് അത്ഭുതം തോന്നി. ആ ഇംഗ്ലീഷ് പദത്തെ ഇത്രയാക്കി മാറ്റിയിട്ട് സുന്ദരമായ ഒരു സംസ്കൃത കാവ്യത്തിൻ്റെ ശൈലിയിലേക്ക് അദ്ദേഹം അത് കൊണ്ടുവന്നു എന്നുള്ളത് ഒരു ശൈത്യക്കിടക്ക എന്ന് മാത്രം പറയാനുള്ള ഒറ്റ വാക്കിനേ ഉള്ളൂ. അതിനെ സംസ്കൃതീകരിച്ച് കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ ആക്കി തീർത്തു എന്നുള്ളത് ഒരു വലിയ മാഹാത്മ്യമാണ്. അതേപോലെ ഇംഗ്ലീഷ് പദങ്ങൾ അതേപോലെ സംസ്കൃതീകരിച്ചിട്ട് ഇപ്പം മധ്യധരണ്യ, ആഴി എന്നുള്ളതിനൊക്കെ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ അങ്ങനെ തന്നെയാണ്. അതേപോലെ സംസ്കൃതിച്ച് അറ്റ്ലാന്റിക് ഓഷനെയൊക്കെ അങ്ങനെ ആക്കിയെടുത്തു. അതുമായിട്ട് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഹൃദ്യതരമായ ഒരു തർജ്ജമയല്ല, സ്വതന്ത്ര കൃതിയാണ് ഈ കാവ്യം നമുക്ക് പറയേണ്ടി വരും. വളരെ കുറച്ചേ ഉള്ളൂ, 10-20 ശ്ലോകമേ ഉള്ളൂ. ആ 25 ശ്ലോകം മതി എന്താണ് 1000ഓളം ശ്ലോകങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്ന ശക്തി അതിനുണ്ട് എന്നുള്ളത് ആ കാവ്യം വായിച്ചു പഠിക്കുമ്പോൾ അറിയാൻ പറ്റും. അത് സിലബസ് ആക്കി മാറ്റിയതിൽ എനിക്ക് ഏറ്റവും അധികം ആദരവുണ്ട്. ഏറ്റവും അധികം ഞാൻ അഭിമാനിക്കുന്ന അതിലാണ്. ഒരു അധ്യാപകൻ എഴുതിയൊരു പുസ്തകം, അതും ഇതേപോലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ സിലബസിലേക്ക് ഉൾപ്പെടുത്തി അത് 1000 കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുക, അവരിൽ കൂടി ഈ ആശയത്തെ എത്തിക്കാൻ പറ്റുക. ഭാഷയോട്, സംസ്കൃതിയോട് അവർക്കുള്ള ഒരു ബഹുമാനം. എങ്ങനെയാണ് കവിത എഴുതുമ്പോൾ ഒരു വിഷയത്തെ സ്വീകരിക്കേണ്ടത് എന്നറിയാൻ ഒരു വിഷമവുമില്ല. പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ വിഷയങ്ങളെ തന്നെയാണ് പിന്നീട് വന്ന കാളിദാസനും തൻ്റെ മേഘദൂതത്തിൽ കൂടിയും പിന്നീട് വന്ന പവന സന്ദേശകാരൻ അതിൽ കൂടിയൊക്കെ സന്ദേശം കൊടുത്തയക്കുന്നത് മേഘം അല്ലെങ്കിൽ വായു, അതെല്ലാം പ്രപഞ്ചത്തിലെ ഘടകമാണ്. ഈ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും പരിചിതമായ ഒരിക്കലും നശിക്കാത്ത വിഷയങ്ങളെ മാത്രം എടുത്തുകൊണ്ട് കവിത എഴുതുന്ന ഒരു സമ്പ്രദായം ഭാരതത്തിൻ്റെ തനതായ കാവ്യ സംസ്കൃതിയിലുണ്ട്. അത് പാശ്ചാത്യ ലോകത്തുമുണ്ട്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇതിനെ ഒന്നിപ്പിക്കാൻ പറ്റുന്നത് ഭാഷയിലൂടെ, ആശയത്തിലൂടെ മാത്രമാണെന്ന് കണ്ടറിഞ്ഞിട്ട് ഈ 2 സംസ്കാരങ്ങളെ ഒന്നിപ്പിച്ചു കൊണ്ടുവന്ന സാറിൻ്റെ ഈ മഹനീയമായ പ്രയത്നത്തെ ആ മുക്തകണ്ഠം പ്രശംസിക്കുന്നു എന്ന് മാത്രമല്ല, ഇനിയും ഇതേപോലെയുള്ള കൃതികൾ എഴുതിയിട്ട് ഇതേപോലെ പ്രസാധകരായ എൽബിനെ പോലുള്ള ആൾക്കാർ വളരെ ത്യാഗം സഹിച്ചാണെങ്കിലും ഈ ചെറിയ പുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയധികം പ്രയത്നം സഹിച്ച് ആ പുസ്തകം പുറത്തു കൊണ്ടുവരാൻ യത്നിച്ച അവർക്കെല്ലാവർക്കും ഞാൻ ആശംസകൾ അറിയിക്കുന്നു. സാറിൻ്റെ അനുസ്യൂതമായ ഈ പ്രവർത്തന കഷ്ടം ഇവിടെ നിൽക്കാതെ ഇനിയും ഇംഗ്ലീഷ് സാഹിത്യത്തിലോ മറ്റ് സാഹിത്യങ്ങളിലോ കടന്ന് അവിടെയുള്ള അതിമനോഹരങ്ങളായ കാവ്യബിംബങ്ങളെ കണ്ടെത്തി അത് സംസ്കൃത ഭാഷയിൽ കാരണം സംസ്കൃത ഭാഷയിൽ കാവ്യങ്ങൾ ഇപ്പം അടുത്ത കാലത്ത് ഉണ്ടാവാറേയില്ല, ഒരു കാലഘട്ടം കൊണ്ട് നിന്നു. അതിനെ ഒന്ന് നവീകരിച്ച് കൊണ്ടുവരണമെങ്കിൽ സാറിനെ പോലുള്ള പണ്ഡിതൻ എന്നെക്കൊണ്ട് ഇതാവില്ല.
എനിക്ക് കവിത എഴുതാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ അതിന് പുറപ്പെട്ട കാര്യമില്ല. എനിക്കൊരു ശ്ലോകം എഴുതുന്ന ഞാൻ സാറിനോട് പറയും, വിഷയം കൊടുത്തിട്ട് സാറ് എഴുതി തരും. അങ്ങനെ ഞാൻ ചെയ്യാറുള്ളത്. അങ്ങനെ ഇനിയും സാറിൻ്റെ ഈ പ്രയത്നങ്ങളെ സഫലീകരിക്കാൻ ഈശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ശക്തിയും അദ്ദേഹത്തിന് കൊടുക്കട്ടെ. ഇനിയും ഇതേപോലുള്ള വേദികളിൽ വെച്ച് ഓരോ വർഷവും ഓരോ ഗ്രന്ഥങ്ങൾ പ്രകാശനം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതുപോലെ ഇവിടുത്തെ എല്ലാ അധ്യാപകർക്കും ഇതൊരു പ്രചോദനമാകണം, കുട്ടികൾക്കും പ്രചോദനമാകണം. എഴുതട്ടെ, പുസ്തകങ്ങൾ ധാരാളം ഉണ്ടാകട്ടെ, അത് പ്രചരിപ്പിക്കട്ടെ. ഇത് ഈ പ്രചരണത്തിന് പ്രധാനപ്പെട്ട ഘട്ടമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനെ എല്ലാവരും സ്വീകരിക്കണം എന്ന് വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് നീണ്ടുപോയ എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. 2 വാക്ക് പറയേണ്ട ആവശ്യമുള്ളൂ, എങ്കിലും ഞാൻ സാറിനോടുള്ള ആദരവ് കൊണ്ട്, ഈ പുസ്തകം പഠിച്ചപ്പോൾ ഉണ്ടായ അനുഭൂതി കൊണ്ട് കൂടുതൽ പറയാൻ തോന്നി പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. ക്ഷമിക്കുക. എല്ലാവർക്കും, എന്നെ ഇതിനെ ക്ഷണിച്ച സംഘാടകരോടും സാറിനോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട്, ക്ഷമയോടെ എൻ്റെ വാക്കുകൾ കേട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നന്ദി അറിയിച്ചുകൊണ്ട് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. മലയാള വിഭാഗത്തിലെ അധ്യാപകൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ അധ്യാപകർ എന്നുള്ള നിലയിൽ ഞങ്ങൾ വളരെ അഭിമാനിക്കുന്ന ഒരു മുഹൂർത്തമാണിത്. കാരണം നാരായണൻ സാറ് ഒരേ സമയം നിർവഹിച്ചിരിക്കുന്നത് ഒരു കാവ്യരചനയാണ്, അതേസമയം ഒരു വിവർത്തനവുമാണ്. വിവർത്തനവും അതിൻ്റെ കൃതിയും രണ്ടും വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല എന്ന് തെളിയിക്കുന്നു എന്ന് സംസ്കൃത പണ്ഡിതന്മാരായ വിശ്വനാഥൻ സാറും നാരായണൻ സാറും ഇവിടെ തെളിയിക്കുന്നു. ഒരാൾ എഴുതിയും മറ്റൊരാൾ അതിനെ വായിച്ചും. ഈ വിവർത്തനം എത്രത്തോളം സഫലമാണെന്ന് മൂലകൃതിയിൽ അവശ്യം നല്ല പരിചയമുള്ള ജോസി സാറിനെ പോലുള്ള ആളുകൾ ഈ വിഷയത്തിൽ സഹകരിച്ചുകൊണ്ട് അതും ഉറപ്പിച്ചിരിക്കുന്നു. മലയാളം ഈ വിഷയത്തിൽ ഒരു മധ്യവർത്തി ഭാഷയാണ്. ഇംഗ്ലീഷിനെയും മലയാളത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഇടയിൽ ചിന്തിക്കാൻ പാകത്തിൽ നിൽക്കുന്ന ഒരു ഭാഷയാണ് മലയാളം. ഏതൊരു വിവർത്തനത്തിനും ലക്ഷ്യഭാഷ ഒരു വിശപ്പും ദാഹവും അനുവർത്തിക്കുന്നത് കൊണ്ടാണ് മൂലകൃതിയിൽ നിന്ന് ചില പാഠങ്ങൾ ലക്ഷ്യഭാഷയിലേക്ക് വരുന്നത്. കാരണം ലക്ഷ്യഭാഷ അത് ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്കറിയാം, മലയാളം വളരുന്നത് 100 കണക്കിന് വിവർത്തനങ്ങളിലൂടെയാണ്. 100 1000 കണക്കിന്. കാരണം 12ാം നൂറ്റാണ്ടിന് മുൻപ് മുതൽ തന്നെ നമുക്ക് വിവർത്തനങ്ങൾ വന്നു തുടങ്ങി. അതിന് മലയാളത്തെ ഒറ്റയ്ക്ക് നിൽക്കാൻ കെൽപ്പുള്ളതാക്കിയതും സംസ്കൃതമാണ്. സംസ്കൃതത്തിലെ വിവർത്തനങ്ങളാണ് ആദ്യകാലത്ത് പുരാണങ്ങളും ഉപനിഷത്തുകളും ഉൾപ്പെടെ, അല്ലെങ്കിൽ ഭാഷാ കൗടില്യം പോലെയുള്ള കൃതികൾ, പിന്നെ ഇങ്ങോട്ടേക്ക് അഭിജ്ഞാനശാകുന്തളം പോലെയുള്ള നാടകങ്ങൾ, ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ഭാവുകത്വത്തെയും നമ്മുടെ സൗന്ദര്യ നിരീക്ഷണത്തെയും ഒക്കെ നിർണയിച്ചത് സംസ്കൃതത്തിൽ നിന്നുള്ള വിവർത്തനങ്ങളാണ്. പിന്നീട് ഇംഗ്ലീഷിൽ നിന്നും ഫ്രഞ്ചിൽ നിന്നും മറ്റുമൊക്കെ ആയിട്ട് ധാരാളം വിവർത്തനങ്ങൾ പിന്നീട് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ വലിയൊരു വൈരുദ്ധ്യമുള്ളത്, സംസ്കൃതം പോലെ ക്ലാസിക്കലായിട്ടുള്ള, ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ക്ലാസിക്കലായിട്ടുള്ള ഒരു ഭാഷയാണ് ഇവിടുത്തെ ലക്ഷ്യഭാഷാകൃതി. മൂലഭാഷാകൃതി ആവട്ടെ താരതമ്യേന പുതിയ ഒരു ഭാഷയായ ഇംഗ്ലീഷാണ്. താരതമ്യേന പുതിയ ഭാഷയിൽ നിന്ന് പഴയ ഏൻഷ്യൻ സ്വഭാവമുള്ള, ക്ലാസിക്കൽ സ്വഭാവമുള്ള ഒരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, വിവർത്തനം ചെയ്യപ്പെടുന്ന ഭാഷ ഏതാണോ ആ ഭാഷയിലെ വായനക്കാർക്ക് ഇത് വളരെ ആവശ്യമുണ്ടെന്ന് വ്യക്തമാണ്. ഇത് നാരായണൻ സാർ വളരെ കൃത്യമായി ഇതിൻ്റെ മുഖവുരയിൽ സൂചിപ്പിക്കുന്നു എന്നുള്ളത് അത്ഭുതമാണ്. സംസ്കൃതത്തിൻ്റെ ഈ സ്വഭാവത്തെയും ഇംഗ്ലീഷ് ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതയും കുറിച്ച് വളരെ കൃത്യമായി ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ ഇത് FIUGP-യിലെ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പാകത്തിൽ തയ്യാറാക്കിയ പുസ്തകങ്ങൾ. അങ്ങനെ തയ്യാറാക്കിയ പുസ്തകങ്ങളാണ് പലപ്പോഴും നമ്മളുടെ വൈജ്ഞാനിക ഭാവനകളെയൊക്കെ തൃപ്തിപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും കേരള പാണിനീയം അങ്ങനെ എഴുതപ്പെട്ട ഒരു കൃതിയാണ്, കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി തയ്യാറാക്കിയ കൃതിയാണ്. പക്ഷെ അത് പിന്നീട് നമ്മുടെ ഭാഷാബോധത്തെ എത്രത്തോളം ക്രമീകരിക്കുകയും നിർണ്ണയിക്കുകയും ചെയ്തു എന്ന് നമുക്ക് പരിശോധിക്കാം. അതുപോലെയാണ് ഇവിടെ കുട്ടികൾക്ക് പഠിക്കാൻ പാകത്തിൽ തയ്യാറാക്കിയെടുത്ത ഒരു ഗ്രന്ഥം. അത് വിശ്വാസ് സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് വലിയ മാറ്റങ്ങൾ, ഭാവുകത്വപരമായി വലിയ മാറ്റങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കുമെന്നൊരു പ്രതീക്ഷ
നൽകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് പറയുന്നത്, സാറിൻ്റെ വർക്കുകൾ സാറിനെ കുറിച്ച് പറഞ്ഞു. ഇതെന്തുകൊണ്ടൊരു അധ്യാപകൻ ചെയ്തു, ഞാൻ ആദ്യം പറയണമെന്ന് സൂചിപ്പിച്ച ഒരു കാര്യം അതാണ്. നാരായണൻ സാറ് ഒരു സംസ്കൃതത്തിൻ്റെ ഇൻ്റലക്ച്വൽ അംബാസിഡറാണ്. ഞാൻ ആ വാക്ക് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്, കുട്ടികളോടും പറയാറുണ്ട്. നമ്മളൊരു ഒരു ഒരു ഓത്താണ്, ഒരു സത്യപ്രതിജ്ഞയാണ് നമ്മൾ അധ്യാപനത്തിലേക്ക് കടക്കുമ്പോൾ എടുക്കുന്നത്, അല്ലെങ്കിൽ വിദ്യാർത്ഥിത്വത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു സത്യപ്രതിജ്ഞയാണ്. നമ്മൾ ഏത് വിഷയം ഏറ്റെടുക്കുന്നുവോ ആ വിഷയത്തിൻ്റെ ഇൻ്റലക്ച്വൽ അംബാസിഡറായി മാറാനുള്ള കരുത്ത് പ്രകടിപ്പിക്കുക. ഞാനിവിടെ വന്നിട്ടിപ്പോൾ 18 വർഷമായി. ഈ 18 വർഷവും ഞാൻ ഇടപെട്ട ഒരു വ്യക്തി, കലഹിക്കാൻ സ്വാതന്ത്ര്യമുള്ള, സ്നേഹത്തോടെ കലഹിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത് നാരായണൻ സാർ ഇന്ന് കേരളത്തിലെ ഒരു സംസ്കൃതത്തിൻ്റെ അംബാസിഡറായി ജീവിക്കുന്ന ഒരു അധ്യാപകനാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഒരു മലയാളം അധ്യാപകൻ എന്നുള്ള നിലയിൽ, അധ്യാപക സമൂഹത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ ഈ ഗ്രന്ഥത്തിന് കൂടുതൽ വായനക്കാരുണ്ടാകട്ടെ, ഇത് കേരളം ചർച്ച ചെയ്യട്ടെ, വിവർത്തന പഠനങ്ങളിൽ, വിവർത്തന സിദ്ധാന്തങ്ങളിൽ എന്തെങ്കിലും ആലോചനകൾ, പുതിയ ആലോചനകൾ വരണമെന്നുണ്ടെങ്കിൽ അതും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഈ ഗ്രന്ഥം വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ SB കോളേജിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ ഒരു ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. നിങ്ങളുടെ മൊബൈൽ ഫോണുമായിട്ട് SB കോളേജിൻ്റെ വൈഫൈ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊരു നോട്ടിഫിക്കേഷനാണ്. ഇത് ഒരേ സമയം തന്നെ തമാശപരമാണെങ്കിലും ടെക്നിക്കലാണെങ്കിലും സിംബോളിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം SB കോളേജിൽ പഠിപ്പിച്ച 2 വർഷം, ആ പഠിപ്പിച്ച 2 വർഷത്തിനിടയ്ക്കുണ്ടായ അനുഭവങ്ങൾ, അത് കേവലം ഒരു അധ്യാപകൻ ഒരു ജീവിതത്തിലുണ്ടായ ചെറിയ സംഭവമല്ല. ഇതിനു മുമ്പ് 2 കോളേജുകളിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും SB കോളേജിൽ വരുന്ന സമയത്ത് ഞാൻ അധ്യാപകനായിരുന്നു, അപ്പോൾ ഒരു അധ്യാപക വിദ്യാർത്ഥി കൂടിയായിരുന്നു ഞാൻ തിരിച്ചറിയുകയായിരുന്നു. കാരണം ഈ ഘട്ടത്തിൽ എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകരോടൊപ്പം തന്നെ നിൽക്കുമ്പോഴും അവരിൽ നിന്ന് ഒട്ടനവധി കാര്യങ്ങൾ പഠിക്കുന്ന രീതിയിലേക്ക് ആ കാലഘട്ടം മാറിയിരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു അധ്യാപകനായി നിൽക്കുകയും ഒപ്പം തന്നെ ഒരു സംരംഭത്തിനോടൊപ്പം ചെന്ന് ഇവിടെ വീണ്ടും തിരിച്ചു വരികയും ചെയ്യുന്ന സമയത്ത് ഈ വ്യത്യസ്തത ഒപ്പം തന്നെ ഇതൊരു അനുഭവമായി മാറുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിവർത്തനം എന്ന് പറയുന്നത്, വിവർത്തനം മറ്റ് പ്രക്രിയയോടൊപ്പം, മറ്റ് സാഹിത്യ പ്രക്രിയയോടൊപ്പം തന്നെ ഒരു ജനാധിപത്യ പ്രക്രിയയായി മാറുന്നൊരു ഘട്ടം ഞാൻ പലപ്പോഴും നോക്കിക്കണ്ടിട്ടുണ്ട്. കാരണം ഒരു ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയിലേക്ക് നടത്തുന്ന വിവർത്തനം സംസ്കാരത്തിൻ്റെ തന്നെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി മാറുന്നുണ്ട്. കാരണം ഒരു ഭാഷയിൽ നിന്നും വിജ്ഞാനം മറ്റൊരു ഭാഷയിലേക്ക് കടന്നു വരികയാണ്. ഇവിടെ ഒരു ഡെമോക്രസി ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ വിവർത്തനം ചെയ്യുന്നതിന് മുമ്പ് മഹാഭാരതത്തിൻ്റെ അദ്ദേഹത്തിന് വിവർത്തനമുണ്ട്, പ്രധാനപ്പെട്ടതാണ്. അത് ഈ ഗദ്യഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നതിന് മുമ്പ് മഹാഭാരതത്തെ ഉള്ള ആക്സസ് കുറവായിരുന്നു. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ ആ വിവർത്തനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവർത്തനമായിട്ട് നമുക്ക് ഇന്നും കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം വരുമ്പോൾ കേസരി നടത്തുന്ന പ്രധാനപ്പെട്ട ഇടപെടലുകളുണ്ട്. പിന്നീട് ഇങ്ങനെ വരുന്ന ഘട്ടത്തിൽ നമുക്ക് അയ്യപ്പ പണിക്കരുടെ ഒരു വിവർത്തനം ഭയങ്കര പ്രധാനപ്പെട്ടായിട്ട് വരുന്നുണ്ട്. അദ്ദേഹം വേസ്റ്റ് ലാൻഡിൻ്റെ ഒരു വിവർത്തനം നടത്തുന്നുണ്ട്. അപ്പം ഇതൊക്കെ ആധുനികത എന്ന് പറയുന്ന ഒരു പുതിയ സങ്കേതത്തെ ഭാഷയ്ക്ക് അനുഭവേദ്യമാക്കി കൊടുക്കുകയാണ് അയ്യപ്പ പണിക്കർ ആ വിവർത്തനത്തിലൂടെ നടക്കുന്നത്. അപ്പം ഇങ്ങനെ വരുന്ന ഘട്ടത്തിൽ ഒരു പുതിയ സംസ്കാരത്തിൻ്റെ ജനാധിപത്യം ഉണ്ടാവുകയാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രം അനുഭവേദ്യമായ കാര്യം സംസ്കൃതം എന്ന് പറയുന്ന മറ്റൊരു വലിയ ഭാഷയിലേക്ക് വരികയും ആ ഭാഷയിൽ വ്യവഹരിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ ഡെമോക്രാറ്റിക് പ്രോസസ്സിൻ്റെ ഭാഗമാണ് ഒരു വിവർത്തനം. അതുകൊണ്ട് തന്നെയാണ് നാരായണ സാറിൻ്റെ ഈ പുസ്തകം ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഈ ജനാധിപത്യത്തോടൊപ്പം തന്നെ മാറുന്ന മറ്റൊന്ന് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത, ഒരു 3 ഭാഷകളിലൊരു വ്യാവഹാരിക തലമുണ്ട്. സംസ്കൃതം, ഇംഗ്ലീഷ്, മലയാളം. ഈ 3 ഭാഷകളാണ് ഇവിടെ നിരന്തരമായി സംസാരിച്ചു തുടങ്ങുന്നത്. ഒരു പുസ്തകം എടുത്ത് വായിക്കുന്ന ഒരാൾ ഈ 3 ഭാഷകളിലൂടെ കടന്നു പോവുകയും ഈ 3 ഭാഷകളിലൂടെ കടന്നു വരുന്ന അറിവുകളുടെ ഒരു വിനിമയം അവരുടെ ബോധ്യങ്ങളിലെല്ലാം രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ വരുന്ന ഒരു പുസ്തകം ആയതുകൊണ്ട് തന്നെയാണ് ബുക്കോരം പബ്ലിഷേഴ്സ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. നാരായണ സാറിൻ്റെ ഗുരുസ്ഥാനീയനാണ്. അതുകൊണ്ട് മാത്രമല്ല ഈ പുസ്തകം ബുക്കോരം പബ്ലിഷേഴ്സ്
പ്രസിദ്ധീകരിക്കുന്നത് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള സാംസ്കാരിക മൂല്യത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. ഇതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ബാഹുക ഹൃദയം എന്ന് പറയുന്ന പുസ്തകം ആണ് ഞങ്ങൾ ആദ്യം പ്രസിദ്ധീകരിച്ചത്. ഈ പുസ്തകം ഞങ്ങളുടെ ഏറ്റവും മികച്ച കവറുകളിലൊന്നാണ്. അദ്ദേഹവുമായി ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, മറ്റ് ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നാരായണ സാറിന് ഞാൻ പൂർണ്ണമായിട്ട് അത് വിട്ടുകൊടുക്കുന്നൊരു കാര്യമാണ് ചെയ്യുന്നത്. ഈ പുസ്തകത്തിൻ്റെ ഓരോ മുക്കും മൂലയും കുറിച്ച് വ്യക്തമായ ധാരണ സാറിനുണ്ടെന്നുള്ളതാണ്. പല ആൾക്കാരും നമ്മുടെ അടുത്ത് പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വരുന്ന സമയത്ത് നമുക്ക് തോന്നും അവർക്ക് ഇതിനെക്കുറിച്ച് ഐഡിയ ഉണ്ടാകില്ല. എങ്ങനെയാണ് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്, അതിൻ്റെ പ്രോസസ്സുകൾ എങ്ങനെയാണ് എന്നുള്ള ഐഡിയ ഉണ്ടായില്ല. കൃത്യമായി ഈ കവർ എങ്ങനെ വേണമെന്ന് സാറ് ഡിസൈൻ ചെയ്തു. സുരേഷ് കുമാർ എന്ന് പറയുന്ന ഞങ്ങളുടെ ആർട്ടിസ്റ്റ് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലായിരുന്നു. കളറിങ്ങൊക്കെ അദ്ദേഹമാണ് കൊടുത്തത്. പക്ഷേ ഓരോ കാര്യങ്ങളും ഇത് കൃത്യമായി ഇതിന് കൃത്യമായ അർത്ഥമുണ്ട്. ഈ പുസ്തകവും കവറും രണ്ടും രണ്ടല്ല. ഇത്തരത്തിൽ വളരെ കൃത്യമായ ബോധ്യം ഒരു തൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഉള്ള ഒരു എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം എന്ന് ഈ ഘട്ടത്തിൽ പറയുകയാണ് ഞാൻ. മറ്റ് കാര്യങ്ങൾ പറയാനുള്ളത്, ഈ പുസ്തകത്തെ സംബന്ധിച്ച് നമുക്കൊരു കോംബോ ഓഫറുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 പുസ്തകങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കോംബോ ഓഫറിൽ നിങ്ങൾക്ക് പുസ്തകം കിട്ടും. ബുക്കോരത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും ഇതിന് വെളിയിലുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. നിങ്ങൾ സമയം പോലെ തന്നെ ഈ പുസ്തകങ്ങൾ വാങ്ങിക്കുക. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നൽകുന്നു. കോളനിയാനന്തര ചിന്തകൾ പങ്കുവയ്ക്കുമ്പോൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, സംസ്കാരം എന്ന് പറയുന്നത് കോളനി രാജ്യങ്ങളിന്മേൽ ഒരു കാലഘട്ടത്തിൽ അടിച്ചേൽപ്പിച്ചായിരുന്നെങ്കിൽ വിവർത്തനങ്ങളിലൂടെ ഈ സംസ്കാരത്തിൻ്റെ തിരിച്ചുപിടിക്കൽ നമ്മൾ സാധ്യമാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള നമ്മുടെ പശ്ചിമ ഇടപെടലുകൾക്ക് എതിരായിട്ട് ഒരു കൃത്യമായിട്ടുള്ളൊരു പോസ്റ്റ് കൊളോണിയൽ ഒരു ഇടപെടൽ കൂടിയാണ് ഈ ഗ്രന്ഥം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ഈ പുസ്തകം പ്രകാശനം നടത്താൻ ഇതിനിടയാക്കിയ എസ് പി കോളേജിൻ്റെ മാനേജ്മെൻറ്റിനോടും പ്രിൻസിപ്പളിനോടും ഒപ്പം തന്നെ എൻ്റെ എല്ലാവിധ അധ്യാപകരോടും വിദ്യാർത്ഥി സുഹൃത്തുക്കളോടും എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാ ആശംസകളും. എൻ്റെ കർത്തവ്യം നിർവഹിക്കുന്നതിന് മുമ്പ് അപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് ജോസി സാറ് ഒരു ആശയം മുന്നോട്ട് വെച്ചു. അത് സ്വീകാര്യമാണെന്ന് എനിക്ക് തോന്നി. അതായത് ഈ ഇംഗ്ലീഷ് കവിത ഇത് വായിക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വളരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു സംസ്കാരം ജോസ് സാറിൻ്റെ ആ പ്രഭാഷണത്തിലൂടെ എങ്ങനെയാണ് ഒരു ക്ലാസിക് ഇംഗ്ലീഷ് കവിത അത് പെരുമാറുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിലൂടെ അനുഭവപ്പെട്ടു. പിന്നെ അത് സംസ്കൃതത്തിലേക്ക് മാറ്റം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇത് കേൾക്കാനുള്ള ഒരു അവസരം എന്നുള്ള രീതിയിൽ ഈ തർജ്ജമയും അതോടൊപ്പം തന്നെ എൻ്റെ മൂലകൃതിയായ ഇംഗ്ലീഷ് കവിതയും ഒന്ന് ഇവിടെ ആലപിക്കുകയാണ്. അത് മുഴുവൻ ആലപിക്കുന്നില്ല, ഒരു മാതൃക എന്നുള്ളതുപോലെ ഇതിലെ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ സംസ്കൃതത്തിലെ ശ്ലോകങ്ങളും ജോസ് സാർ ആദ്യം അതിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ ആലപിക്കും. അതിനുശേഷം അതിൻ്റെ സംസ്കൃതം മൂലം ആദ്യത്തെ ശ്ലോകവും അവസാനത്തെ ശ്ലോകവും മാത്രം. Ode to the West Wind by Percy Bysshe Shelley. O wild west wind, thou breath of autumn's beam, thou from whose unseen presence the leaves dead are driven like ghosts from an enchanter fleeing. Yellow and black and pale and hectic red, pestilence-stricken multitudes, O thou who chariotest to their dark wintry bed, the winged seeds where they lie cold and low, each like a corpse within its grave, until thine azure sister of the spring shall blow her clarion over the dreaming earth, and fill, driving sweet buds like flocks to feed in air, with living hues and orders plain and hill. Wild spirit, which art moving everywhere, destroyer and perceiver, hear, O hear. Destroyer and preserver, destroyer and preserver, hear, O hear. ഇതിൻ്റെ സംസ്കൃത ഭാഗം 5 ശ്ലോകങ്ങളാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. പ്രചണ്ഡ ഹേ പശ്ചിമവാത ചാഹത്തെ ഭവാൻ ശരത് പ്രാണധരസ്തു താവകീ അദൃശ്യതസ്ത്വോദ്ധൃത ജീർണപർണകൈർയഥാഭിചാരേ പിശിതാശനദ്രുതി.
സിതേതരാ രക്തകപീതധൂസരാൻ രുജാഹതാൻ പർണഗണാൻ വിചിത്രകാൻ നയസ്യഹോ സാരഥിരാജസന്നിഭം തദീയതാമിശ്ര സശീതശായികാം സുപർണബീജാന്യൈശേരതേതരാം ശ്മശാനശീതാധരിതേ ശവായിവ തവേയമാനീലസുനിർമലാഹി യദ് വസന്തകാലേ ഭഗിനീ ച വാസ്യതി വിരൗതി സാ സ്വപ്നധരാധരോർധ്വഗം പിബർത്തി ജീവദ്വരവർണഗന്ധകൈ ഭുവം സമാം ഭൂധരമംബരേഷിതും വിനീയരസ്യാൻ മുകുളാൻ അജൗഘവത് ഭവൻ പ്രചണ്ഡാത്മധരോധ സർവഥാ സദാഗതി സർവത ഏവ സത്വരം വിനാശമൂർത്തേ സുതരാം സുപാലക പ്രവേഗമാകർണയ കർണകാഗതി. ഇനി ഇതിൻ്റെ അവസാന ഭാഗം, 5th stanza. Make me thy lyre, even as a forest is. What if my leaves are falling like its own? The tumult of thy mighty harmonies will take from both a deep autumnal tone. Sweet though in sadness, be thou spirit fierce, my spirit, be thou me, impetuous one. Dry my dead thoughts over the universe, like withered leaves to quicken a new birth. And by the incantation of this verse, scatter, as from an unextinguished hearth, ashes and sparks, my words among mankind. Be thou my lips to unawakened earth, the trumpet of a prophecy. O wind, if winter comes, can spring be far behind? മേക്ക് മീ ദൈ ലയർ, ഇവിടെ മുതലാണ് തുടങ്ങുന്നത്. ത്വദംഗുലീകേളിഷു വല്ലകീം വരാം കുരുത്വമേതം വിപിനോപമം ച മാം പതന്തി പർണാനി ച കാനനേ യഥാ പതന്തു തദ്ഭാവഗതാനി താനി മേ തവാധികോർജസ്വിലയോപരഞ്ജന പ്രഭാവികോലാഹലമാദദിശ്യത്തെ അഗാധതോ ഹൈമനരാഗസുസ്വരാത് വിശോകലീനാൻ മധുനിസ്വനാദുത ഭവേയമുഗ്രാത്മബലോ ഭവാനഹം ഭവത്വമുല്ലംഘനശീലവാഹയ ജഡസ്മൃതിർജീർണപലാശവച്ച മേ ജഗത്പരം ജീവയ നൂതനാം ജനിം സുഗീതമന്ത്രാലപിതേന മേ മുനാ മനുഷ്യരാശൗ വചനം വിസാര്യതാം സ്ഫുലിംഗഭസ്മാന്യനിവർത്തിതാഗ്നിതോ യഥാഗ്നിധാന്യാ വിസരന്തി ഭൂരിശ മമാധരാത് കാഹളമസ്തു സൂചകം ഭവിഷ്യതാം അപ്രതിബദ്ധഭൂമയേ സമീരകാലശിശിരോയമാഗതോ വസന്തകിം ബഹുപൃഷ്ഠതോ ഭവേത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ബഹുമാന്യനായ പ്രിൻസിപ്പൽ റിജേഷ, ബഹുമാന്യനായ വിശ്വനാഥൻ സാറ്, മലയാള വിഭാഗത്തിൻ്റെ അധ്യക്ഷൻ ജോസഫ് സ്കറിയ സാറ്, ഈ പുസ്തകം പരിചയപ്പെടുത്തുന്ന ബഹുമാന്യനായ പ്രിയപ്പെട്ട ജോസി സാറ്, പ്രിയപ്പെട്ട എബിൻ, മലയാള വിഭാഗത്തിലെ അധ്യാപകരെ, മറ്റു വിഭാഗത്തിലുള്ളവരെ, അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇത് യാദൃച്ഛികമാണ് ഇങ്ങനൊരു കൃതി ഉണ്ടായത് എന്ന് പറയട്ടെ. ഇത് ഇവിടെ പ്രകാശനം ചെയ്യണം എന്നത് എൻ്റെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു. ഇത് ഞാൻ
ഒരു ഹോംലി അറ്റ്മോസ്ഫിയറിൽ ചെയ്യണമെന്ന് തന്നെയാണ് വിചാരിച്ചത്. കാരണം എൻ്റെ അക്കാഡമിക് വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്തരീക്ഷം ഒരുക്കി തന്നത് SB കോളേജാണ്. അത് ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്. എനിക്ക് മറ്റ് പല മേഖലകളിലേക്കും പോകാനുള്ള സാധ്യതകൾ ഉണ്ടായിട്ട് പോലും അത് ഞാൻ നിരസിച്ച് ഇവിടെ നിന്നത് ഇവിടുത്തെ അന്തരീക്ഷത്തിൻ്റെ ഒരു മാഹാത്മ്യമാണ് എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. അത് ഞാൻ ഇപ്പോഴും വീണ്ടും ആവർത്തിക്കുന്നു. ഇന്നത്തെ ഇവിടുത്തെ ഒരു അന്തരീക്ഷത്തെ, പ്രത്യേകിച്ച് അധ്യയന അന്തരീക്ഷത്തോട് ഞാൻ എപ്പോഴും മനസ്സുകൊണ്ട് വിയോജിച്ച് നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് എൻ്റേതായ രീതിയിൽ വളരണമെങ്കിൽ അത്തരൊരു സാഹചര്യം ആവശ്യമാണ് എന്ന സ്വാർത്ഥതയോടുകൂടി ഞാൻ തിരഞ്ഞെടുത്തത് SB കോളേജിനെ തന്നെയാണ്. അത് എനിക്ക് സാധിച്ചു എന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസവുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരമൊരു കൃതി ഇവിടെ പ്രകാശനം ചെയ്യപ്പെടണം. ഞാൻ വേറൊരു കൃതിയും ചെയ്തിട്ടുണ്ട്, എങ്കിലും ഈ ഒരു കൃതി ഇവിടെ ചെയ്യണം എന്നുള്ളത്, ഇത് രണ്ടൊരു സംസ്കാരത്തിൻ്റെ ഒരു സമ്മേളനമാണ് ഈ കൃതി. വിവർത്തനപരമായിട്ട് മാത്രമല്ല. ഈ ഓട്ട് ടു ദി വെസ്റ്റ് വിൻഡ് ഇത് ഞാൻ വളരെ മുമ്പ് ചെയ്തതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു പ്രോജക്റ്റ്, അതും SB കോളേജിൽ വെച്ച് തന്നെയാണ് ചെയ്തതാണ്. ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായി അത് തർജ്ജമകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചില കൃതികൾ തിരഞ്ഞെടുത്തു. അത് ഒരു സിദ്ധാന്തമാണ്, അനുമാന സിദ്ധാന്തത്തെ കുറിച്ചിട്ടാണ് ഞാൻ ആ പ്രൊജക്റ്റ് ചെയ്തത്. അത് സംസ്കൃതത്തിലുള്ളത് മാത്രം ഒതുങ്ങിയാൽ പോരാ, മറ്റു കൃതികളിലേക്കും കടക്കണം ആ സിദ്ധാന്തം എന്നുള്ളതിന് വേണ്ടിയിട്ട് മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും കുറച്ച് കൃതികൾ തിരഞ്ഞെടുത്തു. അപ്പോൾ മലയാളത്തിൽ ഞാനിത് എടുത്തത് സഹീൻ്റെ മകനാണ്. അത് അവിടെ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോസഫ് സക്കറിയ സാറ് എപ്പോഴും എന്നെ ശകാരിക്കാറുണ്ട്, ഞങ്ങളെപ്പോഴും കലഹിക്കാറുണ്ട്. സാറ് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയും. സാറിൻ്റെ ആശയം തന്നെയാണ് ശരി എന്നറിഞ്ഞുകൊണ്ട് ഞങ്ങൾ സാറിനോട് കലഹിക്കും. ഞാൻ എൻ്റെ ഭാഗം വിശദീകരിക്കും, അത് ശരിയല്ല എന്ന് എനിക്കറിയാം, സാറിൻ്റെ ഭാഗമാണ് ശരിയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കലഹിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷിൽ നിന്ന് ഞാനിങ്ങനെ കുറേ കൃതികൾ ഇങ്ങനെ മറിച്ചു നോക്കി. അത് പഴയ പാഠപുസ്തകമൊക്കെയാണ് ഞാൻ മറിച്ചു നോക്കിയത്. അത് ഞാൻ പഠിച്ച കാലഘട്ടത്തിലെ ഞാൻ ഇംഗ്ലീഷ് മെയിൻ പഠിച്ചിട്ടുള്ള ആളല്ല. അപ്പോൾ അത്തരം കൃതികളൊക്കെ നോക്കുമ്പോൾ വെറുതെ നോക്കിയപ്പോൾ ഞാൻ ഓട്ട് ടു ദി വെസ്റ്റ് വിൻഡ് കണ്ടു. അതൊന്ന് എൻ്റെ കണ്ണ് ഉടക്കി. ആദ്യത്തെ വരിയൊന്ന് വായിച്ചപ്പോൾ ഓ വൈൽഡ് വെസ്റ്റ് വിൻഡ് എന്നുള്ള വാക്യം കിട്ടിയപ്പോൾ തന്നെ വൈൽഡ് എന്നുള്ള വാക്ക് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. അത് വാക്ക് കയറിയപ്പോൾ എനിക്ക് കാളിദാസൻ്റെ ഋതുസംഹാരത്തിൽ ആദ്യത്തെ വാക്കാണ് ഓർമ്മ വന്നത്. പ്രചണ്ഡ സൂര്യ സ്പൃഹണീയ ചന്ദ്രമ എന്നാണ് ഋതുസംഹാരം തുടങ്ങുന്നത്. ഈ വൈൽഡ് വന്നപ്പോൾ കാളിദാസനിലേക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു. അത് ഉടക്കി. ആ ഉടക്ക് ഒരുടക്കായിരുന്നു. ഉടക്കി അതൊരു തർജ്ജമയിലേക്ക് പോയി. പിന്നെ ജോസി സാറ് പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു സാറുമായിട്ട് അവസാന കാലഘട്ടത്തിലാണ് ഞാനിതൊരു ഡിസ്കഷൻ നടത്തിയത്. ആ ഡിസ്കഷൻ നടത്തിയപ്പോഴാണ് ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയവും അവിടുത്തെ അന്തരീക്ഷമൊക്കെ എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കിയത്. എന്നെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമായിരുന്നില്ല തർജ്ജമ ചെയ്യുമ്പോൾ. ഇത് തർജ്ജമ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പ്രകൃതി ആണ് എന്നെ ആകർഷിച്ചത്. കാറ്റുണ്ട്, കാറ്റിൻ്റെ പല സ്വഭാവങ്ങളുണ്ട്. ആ കാറ്റ് എവിടേക്കൊക്കെ പോകുന്നു. സമുദ്രമുണ്ട്, സമുദ്രത്തിൻ്റെ പല സ്വഭാവങ്ങളുണ്ട്. പിന്നെ ഋതുക്കളുണ്ട്. ഇത്തരം പ്രകൃതിയാണ് എന്നെ ഇതിനെ ആകർഷിച്ചത്. അപ്പോൾ ഈ ആകർഷിക്കുമ്പോൾ ഞാൻ ഇതിലൂടെ പോകുമ്പോൾ ഇതിൻ്റെ ഒരു വിപ്ലവമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് തർജ്ജമ ചെയ്ത് ആദ്യ കാലഘട്ടത്തിൽ ഞാനത് തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതൊരു ജേർണലിലാണ്. അതൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൊടുത്തു. അത് കൊടുത്തപ്പോൾ അതങ്ങനെ ഇരുന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ FUGPയുടെ ഒരു സിലബസ് റിവിഷൻ വന്നപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് ഇങ്ങനൊരു തർജ്ജമ കൃതി വയ്ക്കണം, എന്നോട് ചെയ്യണം എന്ന് പറഞ്ഞു.
അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു സാധനം ഞാൻ ചെയ്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോഴാണ് ഇത് വീണ്ടും റീവർക്ക് ചെയ്തത്. ആ റീവർക്ക് ചെയ്തപ്പോഴാണ് ഇതുമായിട്ട് ശരിക്കും ഞാൻ ഇൻവോൾവ് ആയത്. അപ്പോൾ ആദ്യത്തെ അതിൻ്റെ തർജ്ജമയിൽ നിരവധി അപാകതകളുണ്ട്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് വിശ്വാസാർ ഇവിടെ സൂചിപ്പിച്ച പോലെ പഠിച്ച ശാസ്ത്രങ്ങളുമായി ഇത് എപ്പോഴും പൊരുത്തപ്പെട്ട് നിൽക്കണം എന്നുള്ള ശാഠ്യക്കാരൻ തന്നെയാണ് ഞാൻ ഇപ്പോഴും അപ്പോഴും അതെ. അപ്പം അതിൻ്റെ വൃത്തം ഞാൻ കൃത്യമാക്കാൻ നോക്കി. ഇത് ജോസി സാർ ഇന്നിപ്പോൾ ഇതിൻ്റെ മലയാളം വളരെ മനോഹരമായിട്ട് ഇന്നലത്തെ സാറിൻ്റെ ഒരു വികൃതിയിൽ സാർ അത് ചെയ്തു തന്നിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ സാറിനത് എളുപ്പമാണ്, എനിക്കത്ര എളുപ്പമല്ല. സാറിൻ്റെ ഉള്ളിൽ ആ കവിത എന്താണെന്ന് കൃത്യമായിട്ടുണ്ട്. ഞാനത് പഠിച്ചുണ്ടാക്കിയതാണ്. മനോഹരമായിട്ടുള്ള ഒരു തർജ്ജമ മലയാളത്തിൽ സാറ് കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് എളുപ്പമായിരുന്നില്ല. അപ്പോൾ സാറിനോട് ഞാൻ ഇന്ന് മറുപടി പറഞ്ഞത്, സാറിന് മലയാളം എഴുതുമ്പോൾ സാറ് സ്വതന്ത്രനുമാണ്. സാറ് അതിൻ്റെ മർമ്മങ്ങളും നോക്കണ്ട, സാറിൻ്റെ ആശയത്തിൽ വിഹരിക്കാം. പക്ഷേ ഞാൻ സ്വതന്ത്രനല്ല. കാരണം എന്നെ സംബന്ധിച്ച് അവിടെ ഭാഷയുടെ കെട്ടുപാടുകളുണ്ട്, വൃത്തത്തിൻ്റെ കെട്ടുപാടുകളുണ്ട്. ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഞാനിത് അനുഭവിച്ചുകൊണ്ടാണ് ഇത് എഴുതിയത്. അപ്പോൾ ഇതിൽ തന്നെ സാറിന് ഞാൻ സാധാരണ എന്നെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ മുഖത്ത് ഭാവങ്ങൾ വരാതെ പ്രതികരിക്കാതെ സൂക്ഷിക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയതുണ്ട്. ഞാനപ്പോൾ പ്രതികരിച്ചു. ഒന്നാമത് വ്യാകരണപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ചേർക്കാൻ എനിക്ക് ചില കൗതുകങ്ങളുണ്ട്. അങ്ങനെ ഒരു വാക്കാണ് സാറിപ്പോൾ ഉപയോഗിച്ചത്. സാറിനോട് ഞാൻ ഇവിടെ വെച്ച് പറയുകയാണ്, അത് വേറൊന്നുമല്ല, ഹേമന്തം എന്ന് ഉപയോഗിക്കാൻ തന്നെയാണ് താല്പര്യം. പക്ഷേ അതിൻ്റെ വൃത്തമായിട്ട് പൊരുത്തപ്പെട്ട് പോവില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വാക്കിനെ ഹേമനം എന്നാക്കി എടുത്തിട്ട് എൻ്റെ വ്യാകരണ പഠനം അതിന് പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ഹേമന്തം എന്ന് പറയുമ്പോഴത്തേക്കും ഹൈമനം എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ആ കൂട്ടരക്ഷരത്തിൻ്റെ ഒരു കടുപ്പം ഇല്ലായ്മ ഹൈമനത്തിനുണ്ട്. അത് അതിലേക്ക് വന്നു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം തോന്നി. അതുപോലെ തന്നെ ഇതിൽ സാറ് ഉപയോഗിച്ച ഒരു വാക്കാണ് ഡാർക്ക് വിൻട്രി ബെഡ്. ഇപ്പോൾ ഡാർക്ക് വിൻട്രി ബെഡ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു രൂക്ഷത അതിലുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് അക്ഷരങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് താമിശ്രം, തദീയം, സശീതശായിക എന്നൊക്കെയുള്ള അക്ഷരങ്ങൾ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ അന്ധകാരം എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ആ വാക്ക് ഉപയോഗിച്ച് ചിലപ്പോൾ ആ വൃത്തത്തിൽ ഒതുക്കാനും പറ്റും. പക്ഷേ ആ ഡാർക്ക്നെസ്സിൻ്റെ ഒരു കടുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് താമിശ്രം, ഇതേ അർത്ഥം തന്നെയാണ് ആ വാക്ക് കടുപ്പമായിട്ട് ഉപയോഗിച്ച്. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ട് എന്നെ സംബന്ധിച്ച് ഒരു ആനന്ദമായിരുന്നു. അത് വായിച്ചു പോകുമ്പോൾ എനിക്ക് ആനന്ദമായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില പ്രയോഗങ്ങൾ മനഃപൂർവ്വം ചെയ്തതാണ്. പിന്നെ പലപ്പോഴും ഈ എൻ്റെ മനസ്സിൽ അനുഭവപ്പെട്ട ചില അനുഭവങ്ങൾ ഞാൻ സ്വതന്ത്രമായിട്ട് മൂലത്തിൽ നിന്നും വിഭിന്നമായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇതിലെ ആദ്യത്തെ 3 സ്റ്റാൻസ അവസാനിക്കുന്നത് ഓ ഹിയർ എന്ന് പറഞ്ഞാണ്. ഞാൻ വലിയ താമസിയാതെ അവസാനിപ്പിക്കാം. ഓ ഹിയർ എന്നുള്ളതിന് ആകർണയ, കേൾക്കൂ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഞാനത് ഒന്നും കൂടി പ്രവേഗം ആകർണയ കർണ കാഗതി, അല്ലയോ ചെവി നീ ഇതിൻ്റെ ആ ഊക്ക് ഒന്ന് കേൾക്കൂ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. കാഗതി, എന്തൊരു പോക്ക്! ഇത് ഞാൻ എഴുതുന്ന സമയത്ത് കൊടിയേറ്റത്തിൽ ഭരത് ഗോപി പറഞ്ഞ എന്തൊരു സ്പീഡ് എന്നുള്ള ആ ഒരു സാധനം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കാഗതി എന്നുള്ള എന്തൊരു പോക്കാണ് എന്നുള്ള അത് കൂടുതൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വളരെ സ്വതന്ത്രമായിട്ട് എടുത്തിക്കണ ഒരു ഭാഗം, മെയ്ക്ക് മീ ദൈ ലയർ, നീ എൻ്റെ വീണയാക്കൂ. വീണ എന്ന് പറയാൻ പറ്റില്ല, ലയർ എന്ന് പറഞ്ഞാൽ ഒരു തന്ത്രിവാദ്യമാണ്. അത് എനിക്കൊരു കുസൃതി തോന്നി. അത് ഞാൻ ഇങ്ങനെയാക്കി മാറ്റി. ത്വതങ്കുലീ കേളിഷു വല്ലകിയും വരാം കുരു. വല്ലകി എന്ന് പറഞ്ഞാൽ വീണയാണ്. നീ എൻ്റെ വീണയാക്കൂ എന്ന് പറയുന്ന ആ വീണയാക്കുന്നതിന് നിന്റെ വിരൽക്കളികളിലെ ഒരു വീണയാക്കൂ എന്നാക്കി മാറ്റിയത്.
അതിനുശേഷം ഈ കാടിനെ പോലെ നിന്റെ വിരലുകളുടെ വിനോദങ്ങളിൽ വരവീണയാക്കൂ. എങ്ങനെയാണോ കാട്ടിൽ ഇലകൾ വീഴുന്നത് അതുപോലെ ആ ഭാവത്തിലെത്തിയ എൻ്റെ ഇലകൾ വീഴട്ടെ. അപ്പോൾ ഒരു കാടിനെ ഒരു വീണയാക്കി മാറ്റുകയാണ് ഈ കാറ്റ്. അപ്പോൾ അതിൻ്റെ വീണ മീട്ടുമ്പോൾ അതിൽ നിന്ന് ഉതിരുന്ന ഒരു ശബ്ദങ്ങൾ എങ്ങനെയാണ് ഒരു ഇലകളായിട്ട് മാറുന്നത്, ആ ഇലകൾ പൊഴിയുന്ന അങ്ങനെ ഒരു ഭാവനയിലേക്കാക്കി ഞാൻ സ്വതന്ത്രമായിട്ട് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പല സ്വാതന്ത്ര്യം എടുത്തിട്ടുണ്ട്. പക്ഷേ ഭാഷയുടെയൊക്കെ പാരതന്ത്ര്യം അനുഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ ഒരു കൃതി ഉണ്ടായത്. ഇത് നന്ദി പറയേണ്ടത് ഇപ്പോൾ വ്യാഖ്യാതാവേറ്റുന്നോ കവി എന്ന് പറയാറുണ്ട്. എന്നെക്കാളും കൂടുതൽ ഈ കവിതകൾ അറിയുന്നത് മനസ്സിലായിട്ടുള്ളവർ ഇവിടെ സംസാരിച്ചവരാണ് എന്ന് തോന്നുന്നു. അല്ല, നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ ബിൻസാറ് സ്വാഗതം ആശംസിച്ചു. ബിൻസാറ് വേണമെന്ന് തന്നെ ഞാൻ ശഠിച്ചതാണ്. കാരണം ബിൻസാറിൻ്റെ ഉള്ളിലെ കവിത എനിക്ക് നന്നായി അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു കവിത എന്നുള്ള സംരംഭത്തിൽ ബിൻസാറ് തന്നെ ഇത് ചെയ്യണം. ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട്, എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ട്. ബിൻസാറിൻ്റെ കവിതയാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. ഞങ്ങൾ കവിതയുടെ ചർച്ച വരുമ്പോൾ ഒരിക്കലും യോജിക്കാറില്ല എന്നുള്ളതും കൂടി പറയട്ടെ. പക്ഷേ എനിക്ക് വളരെ ബഹുമാനവും കവിതയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതിഭയെ കാണാനുള്ള ആ സ്നേഹവും എല്ലാം കൂടി ചേർന്ന് ഇത് സ്വാഗതം ആശംസിച്ചതിന് ബിൻസാറിനോട് പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ രജേശൻ ഇത് നാഷണലും ഇൻ്റർനാഷണലും ഒക്കെ ആക്കി മാറ്റി. അത്രയ്ക്കൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എൻ്റെ ഒരു ശൈലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സമൂഹത്തിന് വേണ്ടി എഴുതുക എന്നുള്ളത് എൻ്റെ ഒരു ലക്ഷ്യമൊന്നുമല്ല. എനിക്കിഷ്ടമുള്ളത് എഴുതും എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ അങ്ങനെ എഴുതിയപ്പെട്ട ഒന്നാണ് ഇത്. അത് പക്ഷേ അച്ഛൻ അധ്യാപകരുടെ ഒരു ഇന്നത്തെ കാലത്തെ ചുമതല നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഈ കൃതിയെ മുൻനിർത്തി അച്ഛൻ കുറേ വിശേഷങ്ങൾ പറഞ്ഞു. അതെല്ലാം ഒരു പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതാണ്. അച്ഛനോട് ഞാൻ പ്രത്യേകം എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. പിന്നെ ജോസഫ് സാറുമായിട്ടുള്ള ഈ ചർച്ചയാണ് ഇതിനൊരു കൃത്യമായിട്ടുള്ള ആശയത്തിലേക്ക് എന്നെ എത്താൻ സഹായിച്ചതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഞാനിത് സാറുമായിട്ട് ഇത് ചർച്ച ചെയ്തപ്പോൾ ഞാനിതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. സാറ് ഇംഗ്ലീഷിൽ പ്രഗത്ഭനാണ് എന്ന് പറയുന്ന പോലെ തന്നെ മലയാള ഭാഷയിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രാവീണ്യം എനിക്ക് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, ഉണ്ടാകുന്ന ചില സന്ദർഭങ്ങളിൽ സംസാരത്തിലൊക്കെ അദ്ദേഹം കാളിദാസ കൃതികളെക്കുറിച്ചൊക്കെ വളരെ ഭംഗിയായിട്ട് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറിനെ ഞാൻ തിരഞ്ഞെടുത്തപ്പോൾ സാറ് സംസ്കൃതം പഠിച്ചിട്ടില്ല എന്നാണ് ഞാൻ ധരിച്ചിട്ടുള്ളത്. ഇനി സ്കൂൾ ലെവലിലൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇല്ല. അതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം. അതിൽ ഞാൻ ഒരു മാറ്റം വരുത്തിയത് ഞാൻ പറയാം. പ്രചണ്ഡ ഹേ പശ്ചിമവാദ ഭാസതേ എന്ന വാക്കാണ് ഞാൻ ആദ്യം ഉപയോഗിച്ചത്. അത് ഒരു സാമാന്യ അർത്ഥത്തിൽ എനിക്കത് ഈ വൃത്തത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ വാക്കെടുത്തത്. അല്ലയോ പടിഞ്ഞാറൻ കാറ്റ്, പ്രചണ്ഡനായ വൈൽഡ് വെസ്റ്റ്മൻ, അത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഞാൻ വൃത്തത്തിന് വേണ്ടിയിട്ട് നീ ശോഭിക്കുന്നു എന്നൊരു അർത്ഥത്തിൽ വരുന്നു. സാർ ഈ ഭാസത എന്നുള്ളത് പറ്റില്ല എന്ന് പറഞ്ഞു. സാർ ശോഭിക്കലല്ല അവിടെ, അതിന് മാറ്റം വരുത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സംസ്കൃത പദത്തിൻ്റെ തലം എവിടെ നിൽക്കുന്നു എന്ന് സംസ്കൃതം ആധികാരികമായി പഠിക്കാത്ത ഒരാൾ ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഉള്ളിലുള്ളൊരു സംസ്കാരത്തിൻ്റെ ബലം തന്നെയാണെന്ന് തോന്നുന്നു. എന്നിട്ട് ഞാൻ മാറ്റി ചാഹത്തെ. അത് ആ വാക്കിന് എനിക്ക് അത്ര ഭംഗിയില്ലെങ്കിൽ പോലും ആശയത്തിന് പിന്നെയും ഒരു ഭംഗിയുണ്ട്. ആഹത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഞ്ഞടിക്കുന്നതായി, ആശയം അവിടെ കിട്ടി. പക്ഷേ അതിൻ്റെ കവിതയുടെ ഒഴുക്ക് അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കിപ്പോഴും ബോധ്യമുണ്ട്. എങ്കിലും ഭാസതയെ കിട്ടുന്നത് പോലെ ആ ഒഴുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആശയത്തിന് അവിടെ പ്രാധാന്യം കൊടുത്ത് ഇത് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും വാക്കുകളുടെയൊക്കെ അത് സംസ്കൃത തർജ്ജമ ചെയ്തതിൻ്റെ ഒരു സംസ്കാരം സാറിന് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നുള്ള അഭിപ്രായങ്ങളിലും കൂടി ഉരുത്തിരിഞ്ഞ് വന്നതാണ് ഈ കവിത.
ഇത് ഇതിന് പിന്നെ മറ്റൊരാളും കൂടി ഇതിൻ്റെ സംസ്കൃതപരമായിട്ടുള്ള കാര്യങ്ങൾ തിരുത്തി തന്നത് എൻ്റെ തന്നെ ഗുരുനാഥനായിട്ടുള്ള സുന്ദരേശൻ എന്ന് പറയുന്ന സാറാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. അവർ രണ്ടുപേരും കൂടിയാണ് ഇതിന് ഒരു രൂപപ്പെടുത്താൻ ആയിട്ടുള്ള ഒരു പ്രചോദനമായത്. ജോസ് സാറിന് ഞാൻ എൻ്റെ വളരെ സ്നേഹത്തോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. വിശ്വാംഭൂരി സാറ് സുഹൃത്തായിട്ടൊക്കെ എന്നെ കണക്കാക്കി. പക്ഷേ വിദ്വാനയോ വിജാനാദി വിദ്വജ്ജന പരിശ്രമം എന്ന് പറയാറുണ്ട്. പക്ഷേ ഞാൻ വിദ്വാനാണെന്ന് ഞാൻ സ്വയം അവകാശപ്പെടുന്നില്ല. വിദ്വാനയോ വിജാനാദി സുഹൃജ്ജന പരിശ്രമം എന്ന് ഞാൻ മാറ്റുകയാണ്. സാറ് പറഞ്ഞ ആ വിനയത്തിൻ്റെ ഭാഷ അത് വിദ്യാദദാതി വിനയം എന്നുള്ളതിൻ്റെ സംസ്കാരത്തിൽ പറഞ്ഞതാണ്. പക്ഷേ അദ്ദേഹം ബഹുമുഖമായിട്ടുള്ള സംസ്കൃതത്തിൻ്റെ വിഷയങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ചില ഏരിയകളൊക്കെ ഉണ്ട്, ആ ഏരിയകളിൽ കൂടെ ഞാൻ പോവില്ല എന്ന് ശാഠ്യം പിടിച്ച് നിൽക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷേ സാറ് അങ്ങനെയല്ല. ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, അങ്ങനെ വിവിധ മേഖലകളിലൂടെ സാറിൻ്റെ സനാതന സുധ എന്ന് പറയുന്നത് അത് അതിൻ്റെ പിന്നിലുള്ള പലതും ഉണ്ടാവാം. അതൊന്നും അല്ല അതിൽ കാര്യം. അത് വലിയ ഒരു ജനത്തെ വളരെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു വലിയ പണ്ഡിതനെ വളരെ ലളിതമായിട്ട് പറയാൻ പറ്റുള്ളൂ. ആകർഷിക്കുന്ന രീതിയിൽ അതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. സാറ് ചെയ്യുന്ന ഒരു സംഭാവന സംസ്കൃത മേഖലയിൽ, അത് കോട്ടയത്ത് ആ പ്രസരം അവിടെ നടക്കുന്ന സംസ്കൃത അധ്യയനം, അതിൻ്റെ ഒരു അക്കാഡമിക് തലത്തിൽ തന്നെയാണ് പറയുന്നത്. അവിടെ നടക്കുന്ന ആ പ്രക്രിയ കണ്ടാൽ നമുക്ക് അത്ഭുതപ്പെട്ട് തോന്നും. അത് നിരവധി ആൾക്കാരെയാണ് അവിടെ ആകർഷിക്കുന്നത്. അതിൻ്റെ സാറിൻ്റെ മുകളിൽ ഉള്ള ഒരു നിൽപ്പ്, ആ നിൽപ്പിലാണ് ഞാനുമൊക്കെ അതിൻ്റെ ഭാഗമാണ്. ആ താഴെ നിന്ന് നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഊർജ്ജമൊക്കെ വളരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സാംസ്കാരിക പ്രവർത്തനം തന്നെയാണ് കോട്ടയം മേഖലയിൽ. അപ്പം അതുകൊണ്ട് തന്നെയാണ് സാറിനെ തന്നെ വീണ്ടും എൻ്റെ ആദ്യത്തെ പുസ്തകം ഏറ്റുവാങ്ങിയത് സാറാണ്. ഇത് പ്രകാശനം ചെയ്യാൻ സാറ് തന്നെ വേണം എന്നുള്ളത് തീരുമാനിച്ച സാറ് അത് എൻ്റെ ആവശ്യം സാറ് നിരസിക്കില്ല എന്നറിയാം. മാത്രമല്ല SB കോളേജുമായിട്ട് ഏറെക്കാലത്തെ ബന്ധമുള്ള വ്യക്തിയാണ്. സാറിന് വന്ന് നിർവഹിച്ചു തന്നതിന് ഞാൻ നന്ദിയോടെ സ്നേഹത്തോടെ സ്മരിക്കുന്നു. പിന്നെ ജോസഫ് സ്കറിയ സാറാണ് എൻ്റെ അക്കാഡമിക് കാഴ്ചകളെ ശരിക്ക് നല്ലോണം സ്വാധീനിച്ചിട്ടുള്ളത്. ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞിട്ടില്ല. വളരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു പക്ഷേ ഇത് പ്രസിദ്ധീകരിക്കണമെന്ന് ഉള്ളൊരു മനോഭാവം ഉണ്ടാക്കി. നേരത്തെ പറഞ്ഞു, പലപ്പോഴും കലഹിക്കും പല കാര്യങ്ങൾ. ഞാൻ ധാരാളം വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷേ അത് ഞാൻ ഒതുക്കി വയ്ക്കും. പ്രകാശിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ധർമ്മമാണ് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. അത് ശരിക്ക് ഉള്ളിൽ ഉണ്ടാക്കിയെടുത്ത ഒരു വ്യക്തി പണ്ഡിതനായ ജോസഫ് സ്കറിയ സാറാണ്. സാറിൻ്റെ പാണ്ഡിത്യത്തെയും ഞാൻ ശരിക്ക് നോക്കി കാണാറുണ്ട്. ഒരു മാതൃകയാക്കേണ്ട ഒരു അധ്യാപകനാണ്. മാത്രമല്ല ഒരു അക്കാഡമിക് സ്കോളറാണ്. അതിലേറെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരാളാണ്. സാറിന് ഞാൻ എൻ്റെ സ്നേഹത്തോടെയുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. പിന്നെ നന്ദി പ്രകാശിപ്പിച്ച് എബിൻ ദേവസിയാണ്. ഞാനൊരു പുസ്തക പ്രകാശകനാവാൻ പ്രധാന ഒരു കാരണം എബിനുമായിട്ടുള്ള സാമീപ്യമാണ്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്താണ് എബിൻ്റെ ഈ ബുക്കോരം പബ്ലിഷേഴ്സ് എന്നുള്ള ആ സംരംഭത്തെ ഞാൻ കണ്ടത്. എനിക്കത് വളരെ ഒരു ഉത്സാഹം ഉണ്ടാക്കി. ആ ഉത്സാഹത്തിൻ്റെ ഫലമായിട്ടാണ് ആദ്യത്തെ പുസ്തകമായിട്ട് ഇറങ്ങിയതും ബാഹുക ഹൃദയം എന്നുള്ളത്. വീണ്ടും രണ്ടാമത്തെ പുസ്തകവും. പിന്നെ ഞാൻ ഇതിൻ്റെ കവറിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ പറയുന്നത് എനിക്കൊരു ധാരണയുണ്ടായിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാനത് പറഞ്ഞു. എൻ്റെ മനസ്സിലൊരാശയമുണ്ട്, ആ ആശയം അവതരിപ്പിച്ചു. അതെല്ലാം കൂടി ഒത്തുവന്നു. വളരെ ഭംഗിയായിട്ട് ഞാൻ എൻ്റെ ആവശ്യങ്ങളെല്ലാം നന്നായി നിർവഹിക്കുന്ന ഒരു യുവ ഗവേഷകനായ, ഈ മേഖലയിൽ വളരെയധികം പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തിയായിട്ടുള്ള എബിന് എബിനോട് ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. നന്ദി. പിന്നെ നന്ദി പറയുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അധ്യാപകരാണ്. അല്ല,
യുവ തുർക്കികൾ എന്നൊക്കെ വിളിക്കാവുന്ന അധ്യാപകരുടെ ഒരു പ്രോത്സാഹനം എനിക്ക് വളരെ അധികം ജോസച്ചൻ മുതലുള്ള ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രോത്സാഹനത്തിനൊക്കെ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടൊക്കെ ഇത് ഈ കർമ്മം നിർവഹിക്കുന്ന ഈ സമയത്ത് ഇത് ഞാൻ വളരെ സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. പിന്നെ വിദ്യാർത്ഥികളാണ്, നിങ്ങളുടെ മുമ്പിൽ തന്നെ ഇത് പ്രകാശനം ചെയ്യാൻ പറ്റിയത് എൻ്റെ സന്തോഷമാണ്. ഗവേഷണ തലത്തിലുള്ള വിദ്യാർത്ഥികളുണ്ട്, ഗവേഷണ തലത്തിലുള്ള വിദ്യാർത്ഥികളൊക്കെ എൻ്റെ പൂർവ്വകാല വിദ്യാർത്ഥികളാണ്. എല്ലാവരും നമ്മുടെ ഇപ്പോഴും പൂർവ്വമായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും ഇവിടെ ഉണ്ട്. എല്ലാവരോടും ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. പിന്നെ ഇതെല്ലാം നിർവഹിച്ചു തന്ന എല്ലാവരോടും എൻ്റെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.